എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കഥയുടെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഫ്രാൻസിസ് ഡ്രേക്ക് എന്ന പേര് സ്പെയിനിന്റെ ഉറക്കം കെടുത്തി തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ നിർത്തിയിടത്തു നിന്നും കഥ തുടരുമ്പോൾ ഡ്രേക്ക് ഇപ്പോൾ വെറുമൊരു കൊള്ളക്കാരനല്ല. സ്പാനിഷ് സാമ്രാജ്യത്തിന് അവൻ എൽ ഡ്രാക്ക്, അതായത് ഡ്രാഗൺ എന്ന പേരിൽ കുപ്രസിദ്ധനായി കഴിഞ്ഞു. അവന്റെ തലയ്ക്ക് സ്പെയിനിലെ രാജാവ് വലിയൊരു ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി അങ്ങോട്ട് ഡ്രേക്കിന്റെ ഓരോ നീക്കവും ജീവൻ പണയം വെച്ചുള്ള ഒരു കളിയാണ്. യൂറോപ്പിൽ ഏറ്റവും ശക്തമായ സാമ്രാജ്യം അവനെ വേട്ടയാടാൻ തുടങ്ങിയിരിക്കുന്നു. എന്നാൽ ആ ഡ്രാഗൺ കൂടുതൽ അപകടകാരിയാവുകയായിരുന്നു. ഈ ഭാഗത്ത് സ്പെയിൻകാരുടെ ഏറ്റവും വലിയ നിധിക്കപ്പലായ കക്കാഫുഗോയെ ഡ്രേക്ക് വലയുന്നതും ചരിത്രത്തിലെ ഏറ്റവും വലിയ കടൽ കൊള്ള നടത്തുന്നതും അതുവഴി ലോകത്തിലെ ഏറ്റവും ധനികനായ കടൽ കൊള്ളക്കാരനായി മാറുന്നതുമായ ആവേശകരമായ കഥയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒരു നിമിഷം, ഈ കഥയുടെ ആഴങ്ങളിലേക്ക് തിരികെ പോകും മുൻപ് രണ്ടു കാര്യങ്ങൾ ഞാൻ പങ്കുവച്ചുകൊള്ളട്ടെ. നിങ്ങൾ എവിടെയിരുന്നാണ് ഈ ശബ്ദം കേൾക്കുന്നതെന്നറിയാൻ എനിക്കൊരു കൗതുകമുണ്ട്. ഒരുപക്ഷേ കേരളത്തിലെ ശാന്തമായ ഒരു രാത്രിയിലാവാം, അല്ലെങ്കിൽ തിരക്കിട്ട ഒരു പ്രവാസ ജീവിതത്തിനിടയിലെ ഒരു ഇടവേളയിലാവാം. നിങ്ങൾ എവിടെയാണെന്നും ഇപ്പോഴത്തെ സമയം എത്രയാണെന്നും ഒരു കമന്റായി രേഖപ്പെടുത്താമോ? നമ്മുടെ ഈ കഥകൾ എവിടെയൊക്കെയാണ് എത്തുന്നതെന്നറിയാനുള്ള ഒരു ചെറിയ ആഗ്രഹം. ഇനി നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങാം. 52 ദിവസം നീണ്ട ആ കൊടുങ്കാറ്റിനു ശേഷം ദ പെലിക്കൻ എന്ന ആ കപ്പൽ ഒരു മുറിവേറ്റ പക്ഷിയെപ്പോലെ പസഫിക്കിന്റെ അനന്തമായ നീലിമയിൽ ഒഴുകിനടന്നു. ഡ്രേക്ക് ലോകത്തിന്റെ അറ്റത്തുനിന്നും വടക്കോട്ട് യാത്ര തിരിച്ചു. അവന്റെ കപ്പലിന് ഒരു പുതിയ പേര് നൽകാൻ അവൻ തീരുമാനിച്ചു. തോമസ് ഡൗട്ടിയുടെ വധവുമായി ബന്ധപ്പെട്ട ദുരോർമ്മകൾ മായ്ച്ചുകളയാൻ ഒരു പുതിയ തുടക്കത്തിനായി. അവന്റെ രക്ഷാധികാരിയും ഈ യാത്രയ്ക്ക് പണം മുടക്കിയവരിൽ പ്രധാനിയുമായ സർ ക്രിസ്റ്റഫർ ഹാറ്റന്റെ കുടുംബചിഹ്നമായിരുന്നു ഒരു സ്വർണ്ണമാൻ. ഗോൾഡൻ ഹൈൻഡ്, ദ ഗോൾഡൻ ഹൈൻഡ്. ആ നിമിഷം മുതൽ പെലിക്കൻ ഓർമ്മയായി. ഗോൾഡൻ ഹൈൻഡ് എന്ന ഇതിഹാസം ജനിച്ചു. അവനിപ്പോൾ സ്പെയിനിന്റെ ലോകത്തായിരുന്നു. പസഫിക് തീരം അവർക്ക് സ്വന്തം വീട്ടുമുറ്റം പോലെയായിരുന്നു. കഴിഞ്ഞ അരനൂറ്റാണ്ടായി ഒരു വിദേശ കപ്പൽ പോലും ആ കടലിൽ പ്രവേശിച്ചിരുന്നില്ല. അവരുടെ തുറമുഖങ്ങളിൽ കാര്യമായ കാവലിടലുണ്ടായിരുന്നില്ല. അവരുടെ കപ്പലുകൾ പീരങ്കികൾ പോലുമില്ലാതെയാണ് സഞ്ചരിച്ചിരുന്നത്. കാരണം ശത്രുക്കൾ വരുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഈ സുരക്ഷിതത്വബോധത്തിലേക്കാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഫ്രാൻസിസ് ഡ്രേക്ക് എന്ന വ്യാളി കടന്നുവന്നത്. അവൻ ചിലിയുടെ തീരത്തോട് ചേർന്ന് വടക്കോട്ട് യാത്ര തിരിച്ചു. വാൽപരായ്സോ എന്ന ചെറിയ തുറമുഖമായിരുന്നു അവന്റെ ആദ്യ ഇര. അവിടെ നങ്കൂരമിട്ടിരുന്ന ഒരു സ്പാനിഷ് കപ്പലിൽ നിറയെ ചിലിയിൽ നിന്നുള്ള വീഞ്ഞും അളവില്ലാത്ത സ്വർണവുമായിരുന്നു. ഗ്രാൻഡ് ക്യാപ്റ്റൻ ഓഫ് ദ സൗത്ത് എന്നായിരുന്നു ആ കപ്പലിന്റെ പേര്. ഡ്രേക്കും സംഘവും ഒരു ശബ്ദവുമുണ്ടാക്കാതെ ആ കപ്പലിലേക്ക് ഇരച്ചുകയറി. സ്പാനിഷ് നാവികർ ഉറക്കത്തിലായിരുന്നു. അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാകുന്നതിനു മുൻപേ അവർ കീഴടക്കപ്പെട്ടു. ഡ്രേക്ക് ആ കപ്പലിലെ കപ്പിത്താനെ വിളിപ്പിച്ചു. ഈ തീരങ്ങളെക്കുറിച്ചുള്ള ഭൂപടങ്ങളെവിടെ? അവൻ ചോദിച്ചു. ഭയന്നുപോയ കപ്പിത്താൻ എല്ലാം കാണിച്ചുകൊടുത്തു. ആ കപ്പലിലുണ്ടായിരുന്ന സ്വർണവും വീഞ്ഞും മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളുമെല്ലാം ഗോൾഡൻ ഹൈൻഡിലേക്ക് മാറ്റി. എന്നിട്ട് അവർ ആ സ്പാനിഷ് കപ്പൽ അങ്ങ് വിട്ടുകളഞ്ഞു. അതൊരു സന്ദേശമായിരുന്നു. എൽ ഡ്രാക്കോ എത്തിയിരിക്കുന്നു. വാൽപരായ്സോയിൽ നിന്നും തുടങ്ങിയ ആ കൊള്ളയുടെ വാർത്ത കരമാർഗം കാട്ടുതീ പോലെ പടർന്നു. പക്ഷേ ആ വാർത്ത കപ്പലുകളേക്കാൾ വേഗത്തിൽ സഞ്ചരിച്ചില്ല. ഇന്റർനെറ്റോ ടെലിഫോണോ ഇല്ലാത്ത കാലം. ഒരു തുറമുഖത്ത് നടന്ന സംഭവം അടുത്ത തുറമുഖത്തറിയാൻ ആഴ്ചകളെടുക്കും. ഈ സമയത്തിന്റെ ആനുകൂല്യം ഡ്രേക്ക് ശരിക്കും മുതലെടുത്തു. അവൻ വടക്കോട്ട് യാത്ര തുടർന്നു. ഓരോ തുറമുഖത്തും അവൻ മിന്നൽ പോലെ പ്രത്യക്ഷപ്പെട്ടു. കൊള്ളയടിച്ചു, അപ്രത്യക്ഷനായി. ആരീക്ക, കലാവോ തുടങ്ങിയ തുറമുഖങ്ങളിൽ നങ്കൂരമിട്ടിരുന്ന കപ്പലുകളിൽ നിന്നെല്ലാം അവൻ വെള്ളിയും സ്വർണവും കൊള്ളയടിച്ചു. കലാവോ പെറുവിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായിരുന്നു. അവിടെ ഏകദേശം 30ഓളം കപ്പലുകൾ നങ്കൂരമിട്ടിരുന്നു. ഡ്രേക്ക് ഓരോന്നിലും കേറി പരിശോധിച്ചു. അവൻ എന്തോ തിരയുകയായിരുന്നു. സ്വർണമല്ല എനിക്ക് വേണ്ടത്, അവൻ തന്റെ നാവികരോട് പറഞ്ഞു. എനിക്കൊരു പ്രത്യേക കപ്പലിനെയാണ് വേണ്ടത്. കാക്കാഫ്യൂഗോ. അവളീ തീരം വിട്ടുപോയിരിക്കുന്നു. അവളിലാണ് യഥാർത്ഥ നിധിയുള്ളത്.
നുഎസ്ട്ര സെനിയോറ ദെ ലാ കോൺസെപ്സിയോൺ എന്നായിരുന്നു ആ കപ്പലിന്റെ ഔദ്യോഗിക നാമം. പക്ഷേ അതിന്റെ ഭീമാകാരമായ വലിപ്പം കാരണം നാവികർ അതിനെ സ്നേഹത്തോടെയും പരിഹാസത്തോടെയും വിളിച്ച പേരായിരുന്നു കാക്ക ഫ്യൂഗോ. സ്പാനിഷിൽ അതിന്റെ അർത്ഥം തീ തുപ്പുന്നവൻ എന്നൊക്കെയാണ്. പെറുവിൽ നിന്നും പനാമയിലേക്ക് സ്പെയിൻ രാജാവിനുള്ള ഒരു വർഷത്തെ വെള്ളി മുഴുവൻ കൊണ്ടുപോവുകയായിരുന്നു ആ കപ്പൽ. ചരിത്രത്തിലെ ഏറ്റവും വലിയ നിധി പേറുന്ന കപ്പലുകളിലൊന്ന്. ഡ്രേക്ക് കലാവോയിൽ നിന്നും ആ കപ്പലിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു. 2 ആഴ്ച മുമ്പ് അത് പനാമ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചിരിക്കുന്നു. 2 ആഴ്ചയോ? നമുക്കവളെ പിടിക്കാനാകും. ഡ്രേക്കിന്റെ കണ്ണുകളിൽ ഒരുതരം ഭ്രാന്തമായ ആവേശം നിറഞ്ഞു. ഗോൾഡൻ ഹൈൻഡ് അതിന്റെ മുഴുവൻ ശക്തിയുമെടുത്ത് വടക്കോട്ട് കുതിച്ചു. അതൊരു മത്സര ഓട്ടമായിരുന്നു. മുന്നിൽ താൻ വേട്ടയാടപ്പെടുന്നു എന്നറിയാതെ സാവധാനം നീങ്ങുന്ന കാക്ക ഫ്യൂഗോ. പിന്നാലെ വിശന്ന ചെന്നായയെപ്പോലെ പാഞ്ഞെടുക്കുന്ന ഗോൾഡൻ ഹൈൻഡ്. ഡ്രേക്ക് തന്റെ നാവികർക്കൊരു വാഗ്ദാനം നൽകി. ആദ്യം ആ കപ്പലിനെ കാണുന്നവന് ഞാൻ എന്റെ സ്വർണമാല സമ്മാനമായി നൽകും. ദിവസങ്ങൾ നീണ്ട ആ ചേസിനിടയിൽ അവർ മറ്റു പല ചെറിയ കപ്പലുകളെയും പിടികൂടി. അതിലൊന്നിൽ നിന്നും അവർക്ക് വിലപ്പെട്ട ഒരു വിവരം കിട്ടി. കാക്ക ഫ്യൂഗോ അധികം ദൂരെയില്ല. ഒടുവിൽ 1579 മാർച്ച് 1 ഇക്വേഡറിന്റെ തീരത്തിനടുത്തുവെച്ച് ഡ്രേക്കിന്റെ അനന്തരനായ ജോൺ ഡ്രേക്ക് ദൂരെ ചക്രവാളത്തിലൊരു പായ്മരം കണ്ടു. കപ്പൽ! അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അതുതന്നെയായിരുന്നു കാക്ക ഫ്യൂഗോ. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. പകൽ വെളിച്ചത്തിൽ ആക്രമിച്ചാൽ ഗോൾഡൻ ഹൈൻഡിന്റെ ചെറിയ വലുപ്പം കണ്ട് അവർ ഭയന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും, അല്ലെങ്കിൽ കരയോടടുത്ത് അഭയം തേടും. ഡ്രേക്ക് ഒരു തന്ത്രം പ്രയോഗിച്ചു. അവൻ കപ്പലിന്റെ വേഗത കുറച്ചു. എന്നിട്ട് കപ്പലിന്റെ പിന്നിൽ നിന്നും വലിയ വീപ്പകളും കയറുകളും കടലിലേക്ക് വലിച്ചഴച്ചു. ദൂരെ നിന്ന് നോക്കുന്നവർക്ക് അതൊരു കേടായ, സാവധാനം നീങ്ങുന്ന ഒരു സാധാരണ ചരക്ക് കപ്പലായിട്ടേ തോന്നൂ. കാക്ക ഫ്യൂഗോയുടെ കപ്പിത്താൻ സാൻ ഹ്വാൻ ഡെ ആൻഡൻ ദൂരെ ആ ചെറിയ കപ്പലിനെ കണ്ടു. ഒരു ഇംഗ്ലീഷ് കപ്പൽ പസഫിക്കിൽ വരുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അതൊരു സ്പാനിഷ് കപ്പലായിരിക്കുമെന്നും ചിലയിൽ നിന്നും എന്തെങ്കിലും സന്ദേശം കൊണ്ടുവരികയായിരിക്കുമെന്നും അയാൾ കരുതി. അയാൾ തന്റെ കപ്പലിന്റെ വേഗത കുറച്ച് ഗോൾഡൻ ഹൈൻഡിന് കാത്തുനിന്നു. അതായിരുന്നു അയാൾക്ക് പറ്റിയ തെറ്റ്. ഇരുട്ടു വീഴാൻ തുടങ്ങിയപ്പോൾ ഗോൾഡൻ ഹൈൻഡ് അതിന്റെ മറഞ്ഞിരുന്ന വേഗത പുറത്തെടുത്തു. ഒരസ്ത്രം പോലെ അത് കാക്ക ഫ്യൂഗോയുടെ അടുത്തേക്ക് പാഞ്ഞെത്തി. തൊട്ടടുത്തെത്തിയപ്പോൾ ഡ്രേക്ക് ആജ്ഞാപിച്ചു. പീരങ്കികൾ ഗർജിച്ചു. ആദ്യത്തെ വെടി കാക്ക ഫ്യൂഗോയുടെ പ്രധാന പായ്മരത്തെ തകർത്തു. അതോടെ അതിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടു. ഒരു കാഹള ശബ്ദത്തോടെ ഡ്രേക്കും സംഘവും ആ ഭീമാകാരമായ കപ്പലിലേക്ക് ഇരച്ചുകയറി. സ്പാനിഷ് നാവികർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിനു മുൻപ് കളി കഴിഞ്ഞു. ഒരു തുള്ളി രക്തവും ചിന്താതെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിധികളൊന്ന് ഫ്രാൻസിസ് ഡ്രേക്കിന്റെ കയ്യിലെത്തി. കാക്ക ഫ്യൂഗോയുടെ ഉള്ളറകളിലേക്ക് കടന്നപ്പോൾ ഡ്രേക്കിന്റെ നാവികർക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. 26 ടൺ ശുദ്ധീകരിക്കാത്ത വെള്ളി, 13 വലിയ പെട്ടികൾ നിറയെ വെള്ളി നാണയങ്ങൾ, 80 പൗണ്ട് ഭാരമുള്ള സ്വർണം, അമൂല്യമായ രത്നങ്ങൾ പതിപ്പിച്ച ആഭരണങ്ങൾ. അതിന്റെയൊക്കെ ഇന്നത്തെ വില കണക്കാക്കിയാൽ കോടികളോളം ഡോളർ വരും. രാജ്ഞിയുടെ ഒരു വർഷത്തെ വരുമാനത്തിന്റെ ഇരട്ടിയിലധികം. 6 ദിവസമെടുത്തു ആ നിധി മുഴുവൻ ഗോൾഡൻ ഹൈൻഡിലേക്ക് മാറ്റാൻ. ആ ചെറിയ കപ്പൽ അക്ഷരാർത്ഥത്തിൽ മുങ്ങിപ്പോകുമെന്ന് തോന്നി. ഭാരം കൊണ്ട് അതിന്റെ വേഗത കുറഞ്ഞു. ഡ്രേക്ക് കാക്ക ഫ്യൂഗോയുടെ കപ്പിത്താനായ സാൻ ഹ്വാൻ ഡിയൻഡനോട് വളരെ മാന്യമായാണ് പെരുമാറിയത്. അയാൾക്ക് സമ്മാനങ്ങൾ നൽകി. അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. ഇത് വ്യക്തിപരമായ ഒന്നുമല്ല എന്ന് ഡ്രേക്ക് പറഞ്ഞിരിക്കാം. ഇതൊരു കളിയാണ്. ഇന്ന് ഞാൻ ജയിച്ചു, നാളെ ഒരുപക്ഷെ നിങ്ങൾ ജയിച്ചേക്കാം. ആ കപ്പിത്താന് ഡ്രേക്ക് ഒരു കടൽ കൊള്ളക്കാരനായിരുന്നില്ല, ഒരു മാന്യനായ ശത്രുവായിരുന്നു. നിധി മുഴുവൻ സ്വന്തമാക്കിയ ശേഷം ഡ്രേക്ക് ആ സ്പാനിഷ് കപ്പലിനെ വെറുതെ വിട്ടു. ആ കപ്പൽ പനാമയിലെത്തി ഈ വാർത്ത അറിയിച്ചപ്പോഴേക്കും ഗോൾഡൻ ഹൈൻഡ് പസഫിക്കിന്റെ അനന്തതയിൽ എവിടെയോ മറഞ്ഞു കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഡ്രേക്കിനു മുന്നിൽ ഒരു വലിയ ചോദ്യമുണ്ടായിരുന്നു. എങ്ങോട്ടു പോകണം? വന്ന വഴി മഗല്ലൻ കടലിടുക്കിലൂടെ തിരികെ പോകുന്നത് ആത്മഹത്യാപരമാണ്. സ്പെയിനിന്റെ മുഴുവൻ നാവിക ശക്തിയും ഇപ്പോൾ അവനെ തേടി അവിടെ കാത്തിരിക്കുന്നുണ്ടാകും. വടക്കോട്ടു പോയാലോ? അക്കാലത്ത് ഭൂമിശാസ്ത്രജ്ഞർ വിശ്വസിച്ചിരുന്നത് വടക്കേ അമേരിക്കയ്ക്ക് മുകളിലൂടെ അറ്റ്ലാന്റിക്കിൽ നിന്നും പസഫിക്കിലേക്ക് ഒരു കടൽപാതയുണ്ടെന്നായിരുന്നു. വടക്കു പടിഞ്ഞാറൻ പാത, നോർത്ത് വെസ്റ്റ് പാസേജ്.
അത് കണ്ടുപിടിച്ചാൽ അതൊരു പുതിയ ചരിത്രമാകും. ഇംഗ്ലണ്ടിന് ഏഷ്യയിലേക്കൊരു പുതിയ വ്യാപാരപാത തുറന്നുകിട്ടും. ഡ്രേക്ക് ആ വെല്ലുവിളി ഏറ്റെടുത്തു. അവൻ വടക്കോട്ട് യാത്ര തുടർന്നു. മെക്സിക്കോയുടെയും കാലിഫോർണിയയുടെയും തീരങ്ങൾ കടന്ന് അവൻ ഇന്നത്തെ ഓറിഗോൺ, വാഷിംഗ്ടൺ സംസ്ഥാനങ്ങളുടെ തീരം വരെയെത്തി. പക്ഷേ മുന്നോട്ടു പോകുന്തോറും തണുപ്പ് അസഹനീയമായി. മഞ്ഞുമലകൾ വഴിമുടക്കി. അങ്ങനെയൊരു പാതയില്ലെന്ന് അവന് മനസ്സിലായി. അവൻ തിരികെ തെക്കോട്ട് യാത്ര ചെയ്ത് ഇന്നത്തെ സാൻ ഫ്രാൻസിസ്കോയ്ക്കടുത്തുള്ള ഒരു ഉൾക്കടലിൽ നങ്കൂരമിട്ടു. അവന്റെ കപ്പലിന് അറ്റകുറ്റപ്പണികൾ ആവശ്യമായിരുന്നു. ആ തീരത്തുണ്ടായിരുന്ന ആദിവാസികളായ അമേരിക്കക്കാർ വെളുത്തു തൊലികുള്ള ആ മനുഷ്യരെയും അവരുടെ വലിയ കപ്പലിനെയും അത്ഭുതത്തോടെയാണ് നോക്കിയത്. അവർ ഡ്രേക്കിനെ ഒരു ദൈവത്തെപ്പോലെ ആരാധിച്ചു. അവരവനൊരു തൂവൽ കിരീടം സമ്മാനിച്ചു. ഡ്രേക്ക് ആ പുതിയ നാടിന് ഇംഗ്ലണ്ടിന്റെ രാജ്ഞിയുടെ പേരിൽ ഒരു പേര് നൽകി: നോവ അൽബിയോൺ, അഥവാ പുതിയ ഇംഗ്ലണ്ട്. കപ്പൽ നന്നാക്കി വേണ്ട സാധനങ്ങൾ ശേഖരിച്ച് 1579 ജൂലൈയിൽ അവൻ ആ തീരം വിട്ടു. ഇനി ഒരേയൊരു വഴിയേ മുന്നിലുള്ളൂ: പടിഞ്ഞാറോട്ട് യാത്ര ചെയ്ത് ഏഷ്യൻ ദ്വീപുകളിലൂടെ ആഫ്രിക്ക ചുറ്റി ഇംഗ്ലണ്ടിലേക്ക്. മഗല്ലൻ പോയ അതേ വഴിയിലൂടെ ഒരു ലോകപ്രദക്ഷിണം. ഗോൾഡൻ ഹൈൻഡ് എന്ന ആ സ്വർണ്ണക്കപ്പൽ അതിന്റെ വയറിലൊതുക്കിയ ഭീമമായ നിധിയുമായി പസഫിക്കിന്റെ അനന്തമായ നീലപ്പരപ്പിലൂടെ പടിഞ്ഞാറോട്ട് യാത്ര തുടങ്ങി. അവന്റെ മൂന്നാം ഘട്ടം, രഹസ്യങ്ങളുടെ വഴിയേയുള്ള യാത്ര, ഇവിടെ ആരംഭിക്കുകയായിരുന്നു. ഗോൾഡൻ ഹൈൻഡ് എന്ന ആ സ്വർണ്ണമാൻ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ കപ്പലായിരിക്കാം. അതിന്റെ ഉള്ളറകളിൽ സ്പെയിനിന്റെ ഒരു വർഷത്തെ സമ്പത്തും 50-ലധികം മനുഷ്യരുടെ സ്വപ്നങ്ങളും പിന്നെ ഒരു ലോകപ്രദക്ഷിണം എന്ന ഭ്രാന്തമായ ആശയവും നിറഞ്ഞിരുന്നു. നോവ അൽബിയോണിന്റെ തീരത്തുനിന്നും അവർ യാത്ര തിരിക്കുമ്പോൾ മുന്നിൽ പരന്നുകിടന്നത് പസഫിക് എന്ന മഹാസമുദ്രത്തിന്റെ ഭയാനകമായ ശൂന്യതയായിരുന്നു. അതൊരു യാത്രയായിരുന്നില്ല, അതൊരു കാത്തിരിപ്പായിരുന്നു. 68 ദിവസങ്ങൾ, കരയുടെ ഒരു തുണ്ടുപോലും കാണാതെ. ദിവസങ്ങൾക്കൊരേ മുഖമായിരുന്നു. രാവിലെ ഉദിച്ചുയരുന്ന സൂര്യൻ, കപ്പലിന്റെ തട്ടിൽ തീ പോലെ പെയ്യുന്ന വെയില്, വൈകുന്നേരം ചക്രവാലത്തിൽ അലിഞ്ഞു ചേരുന്ന ചുവപ്പ്, രാത്രിയിൽ ആകാശത്ത് തിളങ്ങുന്ന 1000 നക്ഷത്രങ്ങൾ. അവർ ഒരു നീല മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്നതുപോലെ തോന്നി. ആ നാളുകളിൽ ഡ്രേക്ക് എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? അവൻ തന്റെ ചെറിയ ക്യാബിനിലിരുന്ന ഭൂപടങ്ങൾ നോക്കി സമയം കളഞ്ഞിരിക്കുമോ? അതോ കപ്പലിന്റെ അറ്റത്തുപോയി നിന്ന് അനന്തമായ ഈ നീലിമയിലേക്ക് നോക്കി നിശബ്ദനായി നിന്നിരിക്കുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത്രയും വലിയൊരു ശൂന്യതയെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ കഴിയുക എന്ന്? ചുറ്റും കടൽ മാത്രം, താഴെ ആയിരക്കണക്കിനടി ആഴത്തിൽ മറ്റൊരു ലോകം, മുകളിൽ അനന്തമായ ആകാശം. അതിനിടയിൽ ഒരു മരത്തിന്റെ ഇല പോലെ ഒരു ചെറിയ കപ്പലിൽ കുറേ മനുഷ്യർ. ആ ഏകാന്തതയിൽ ഒരു മനുഷ്യന് ഭ്രാന്ത് പിടിക്കാതിരിക്കാൻ എന്തു ചെയ്യാൻ കഴിയും? നാവികർ സമയം കൊല്ലാൻ പല വഴികളും കണ്ടെത്തി. അവർ തന്റെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ നന്നാക്കി, ദ്രവിച്ചു തുടങ്ങിയ കയറുകൾ മാറ്റി പുതിയവ കെട്ടി. ചിലർ പഴയ കഥകൾ പറഞ്ഞു, ഇംഗ്ലണ്ടിലെ തങ്ങളുടെ ഗ്രാമങ്ങളെക്കുറിച്ച്, പ്രിയപ്പെട്ടവരെക്കുറിച്ച്. സംഗീതജ്ഞർ അവരുടെ വയലിനുകളിൽ വിഷാദത്തിന്റെ ഈണങ്ങൾ മീട്ടി. ആ സംഗീതം ആ കടൽക്കാറ്റിൽ അലിഞ്ഞ് അവരുടെ ഉള്ളിലെ ഭയത്തെയും ഏകാന്തതയും ഒരു തലോടൽ പോലെ ശാന്തമാക്കിയിരിക്കാം. ഭക്ഷണം കുറഞ്ഞുവന്നു. ശുദ്ധജലം അളന്ന വിതരണം ചെയ്യേണ്ടിവന്നു. സ്കർവി എന്ന ഭീകരമായ രോഗം പതുക്കെ തല പൊക്കിത്തുടങ്ങി. നാവികരുടെ മോണകൾ വീർത്തു, പല്ലുകൾ ഇളകാൻ തുടങ്ങി. അവരുടെ ശരീരത്തിൽ കറുത്ത പാടുകൾ പ്രത്യക്ഷപ്പെട്ടു. ഈ യാത്രയുടെ അവസാനം എന്തായിരിക്കുമെന്ന് അവർ ഭയന്നു. ഒടുവിൽ 68ാമത്തെ ദിവസം കാക്കക്കൂടിന്റെ മുകളിൽ കാവലിരുന്ന നാവികൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, കര. ആ ഒരൊറ്റ വാക്ക് ഒരു മൃതസഞ്ജീവനി പോലെയാണ് അവരിൽ പ്രവർത്തിച്ചത്. ക്ഷീണരായവർ എഴുന്നേറ്റു. രോഗികൾ കപ്പലിന്റെ തട്ടിലേക്ക് ഇഴഞ്ഞുവന്നു. ദൂരെ ഒരു പച്ചപ്പൊട്ടുപോലെ ഒരു ദ്വീപ്. മാസങ്ങൾക്കു ശേഷം അവർ കാണുന്ന കര. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. ഭൂമിയുടെ ഗന്ധം, പച്ചപ്പിന്റെ മണം, അതവരുടെ ശ്വാസകോശങ്ങളിലേക്ക് ഒരു പുതിയ ജീവനെന്നോണം ഇരച്ചുകയറി. അവർ ആ ദ്വീപിനടുത്ത് നങ്കൂരമിട്ടു. അതിന്നത്തെ പലാവു ദ്വീപസമൂഹങ്ങളിലൊന്നായിരിക്കാം. കറുത്ത തൊലിയും ചുരുണ്ട മുടിയുമുള്ള ഒരു ജനതയായിരുന്നു അവിടെ. അവർ നഗ്നരായിരുന്നു. അവരുടെ ചെറിയ വള്ളങ്ങൾ, പ്രോവാസ്, അതിവേഗത്തിൽ ഗോൾഡൻ ഹൈൻഡിനു ചുറ്റും വലം വെച്ചു. അവർ ഭയന്നില്ല. അവർക്കതൊരു കൗതുകവസ്തുവായിരുന്നു. കടലിൽ പൊങ്ങിക്കിടക്കുന്നൊരു വലിയ മല. അവർ കൂട്ടമായി കപ്പലിലേക്ക് കയറി വന്നു. അവർക്ക് സ്വകാര്യ സ്വത്ത് എന്നൊരു സങ്കല്പമില്ലായിരുന്നു. കപ്പലിൽ കണ്ടതെല്ലാം, കത്തികളും കയറുകളും പാത്രങ്ങളും, അവർ യാതൊരു മടിയുമില്ലാതെ എടുത്തുകൊണ്ടുപോകാൻ തുടങ്ങി. നാവികർ അവരെ തടയാൻ ശ്രമിച്ചു. അതൊരു ചെറിയ സംഘർഷത്തിന് വഴിവെച്ചു.
ഡ്രേക്ക് അവരെ ഐലൻഡ് ഓഫ് തീവ്സ്, കള്ളന്മാരുടെ ദ്വീപ് എന്ന് വിളിച്ചു. പക്ഷെ അത് ഒരുപക്ഷെ സംസ്കാരങ്ങൾ തമ്മിലുള്ളൊരു തെറ്റിദ്ധാരണയായിരിക്കുമല്ലേ? ഒരാളുടെ ശരി മറ്റൊരാളുടെ തെറ്റാകുന്നത് എത്ര എളുപ്പത്തിലാണ്. അവർക്കവിടെ അധികനേരം തങ്ങാൻ കഴിഞ്ഞില്ല. അവർ വീണ്ടും പടിഞ്ഞാറോട്ട് യാത്ര തുടർന്നു. ഇപ്പോൾ അവർ ഏഷ്യയുടെ ജലപ്പരപ്പിലായിരുന്നു. ഫിലിപ്പീൻസിലെ മിന്തനാവോ ദ്വീപിന്റെ തീരത്തുകൂടി അവർ സഞ്ചരിച്ചു. ഇവിടെ കാലാവസ്ഥ മാറി. ഈർപ്പമുള്ള, ഭാരമുള്ള ഒരു കാറ്റ്. ആകാശത്തെപ്പോഴും മേഘങ്ങൾ. കാടുകൾക്ക് കറുത്ത പച്ചനിറം. ഈ വെള്ളത്തിന് മാഗല്ലന്റെ രക്തത്തിന്റെ മണമുണ്ടെന്ന് ആരോ പിറുപിറുത്തു. ഇവിടെ വെച്ചാണ് ആ വലിയ നാവികൻ കൊല്ലപ്പെട്ടത്. ആ ഓർമ്മ ഡ്രേക്കിനെ അലട്ടിയിട്ടുണ്ടാവുമോ? തനിക്കും അതേ വിധിയാണോ കാത്തിരിക്കുന്നതെന്നവൻ ഒരു നിമിഷമെങ്കിലും ഭയന്നിട്ടുണ്ടാവുമോ? അവനിപ്പോൾ പോർച്ചുഗലിന്റെ ലോകത്തായിരുന്നു. കഴിഞ്ഞ അരനൂറ്റാണ്ടായി ഏഷ്യയിലെ സുഗന്ധവ്യഞ്ജന വ്യാപാരം നിയന്ത്രിച്ചിരുന്നത് അവരായിരുന്നു. സ്പെയിൻകാർ അമേരിക്കയിൽ സ്വർണം തിരഞ്ഞപ്പോൾ പോർച്ചുഗീസുകാർ ഏഷ്യയിൽ ഗ്രാമ്പുവും കറുവപ്പട്ടയും ജാതിക്കയും തേടി അലഞ്ഞു. അവ സ്വർണത്തേക്കാൾ വിലപിടിപ്പുള്ളതായിരുന്നു. ഡ്രേക്കിനു വഴികാട്ടിയായി അവൻ പിടികൂടിയ പോർച്ചുഗീസ് കപ്പലുകളിൽ നിന്ന് കിട്ടിയ ഭൂപടങ്ങളുണ്ടായിരുന്നു. അവന്റെ ലക്ഷ്യം ഒന്നായിരുന്നു: മൊളുക്കാസ് ദ്വീപുകൾ, അഥവാ സുഗന്ധവ്യഞ്ജന ദ്വീപുകൾ. ലോകത്തിലെ ഏറ്റവും മികച്ച ഗ്രാമ്പു വിളിയുന്ന ആ ചെറിയ ദ്വീപസമൂഹം. അവൻ ആ ദ്വീപുകൾക്കിടയിലൂടെ ഒരു നിഴലുപോലെ സഞ്ചരിച്ചു, പോർച്ചുഗീസ് കാവൽക്കപ്പലുകളുടെ കണ്ണിൽപ്പെടാതെ. രാത്രിയുടെ മറവിൽ ചെറിയ ഉൾക്കടലുകളിൽ അവൻ കപ്പലൊളിപ്പിച്ചു. ഓരോ ദ്വീപിനും ഓരോ കഥ പറയാനുണ്ടായിരുന്നു. ചിലതിൽ നരഭോജികളായ മനുഷ്യർ, ചിലതിൽ സമാധാനപ്രിയരായ മത്സ്യത്തൊഴിലാളികൾ. അതൊരു പുതിയ ലോകമായിരുന്നു. വിചിത്രമായ ആചാരങ്ങൾ, ഭാഷകൾ, ദൈവങ്ങൾ. ഒടുവിൽ 1579 നവംബറിൽ അവൻ തെർനാട്ടെ എന്ന ദ്വീപിലെത്തി. മുളുക്കാസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദ്വീപ്. അവിടുത്തെ സുൽത്താനായ ബാബുല്ല പോർച്ചുഗീസുകാരുടെ കടുത്ത ശത്രുവായിരുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് പോർച്ചുഗീസുകാർ ചതിയിലൂടെ സുൽത്താന്റെ അച്ഛനെ കൊല്ലപ്പെടുത്തിയിരുന്നു. ആ പകയുടെ തീയിലെരിയുകയായിരുന്നു ബാബുല്ല. ഡ്രേക്ക് സുൽത്താനൊരു സന്ദേശമയച്ചു. താൻ പോർച്ചുഗീസുകാരുടെ ശത്രുവായ ഇംഗ്ലണ്ടിൽ നിന്നും വരുന്നൊരു വ്യാപാരിയാണെന്നും സുൽത്താനുമായൊരു സൗഹൃദം ആഗ്രഹിക്കുന്നുവെന്നും. സുൽത്താൻ ബാബുല്ല ഒരു സാധാരണ ഗോത്രത്തലവനായിരുന്നില്ല. അയാൾ ബുദ്ധിമാനും ദീർഘവീക്ഷണമുള്ളൊരു ഭരണാധികാരിയായിരുന്നു. പോർച്ചുഗീസുകാരെ തുരത്താൻ ഒരു പുതിയ സഖ്യകക്ഷിയെ അയാൾക്കാവശ്യമായിരുന്നു. അയാൾ ഡ്രേക്കിനെ തന്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. ആ കൂടിക്കാഴ്ച ഒരു ചരിത്ര മുഹൂർത്തമായിരുന്നു. സുൽത്താന്റെ വലിയ പായ്ക്കപ്പലുകൾ വർണ്ണക്കുടികൾ പാറിച്ചുകൊണ്ട് ഗോൾഡൻ ഹൈൻഡിനെ കൊട്ടാരക്കടവിലേക്ക് ആനയിച്ചു. തീരത്ത് ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരുന്നു. ഡ്രേക്ക് തന്റെ ഏറ്റവും നല്ല പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞ് സംഗീതജ്ഞരുടെ അകമ്പടിയോടെ സുൽത്താന്റെ മുന്നിലെത്തി. സുൽത്താന്റെ കൊട്ടാരം സ്വർണവും പട്ടും കൊണ്ട് അലങ്കരിച്ചിരുന്നു. ഗ്രാമ്പുവിന്റെയും ചന്ദനത്തിന്റെയും രൂക്ഷഗന്ധം തങ്ങിനിന്നു. സുൽത്താൻ ബാബുള്ള രത്നങ്ങൾ പതിപ്പിച്ച ഒരു സിംഹാസനത്തിലിരുന്നു. അയാളുടെ വിരലുകളിൽ വലിയ മോതിരങ്ങൾ തിളങ്ങി. ഡ്രേക്ക് രാജ്ഞി എലിസബത്തിന്റെ സമ്മാനങ്ങൾ സുൽത്താന് നൽകി. സുൽത്താൻ തിരിച്ചും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകി. അവർക്കിടയിൽ ഒരു പൊതുവായ ഭാഷയില്ലായിരുന്നു. ദ്വിഭാഷികൾ വഴിയാണ് അവർ സംസാരിച്ചത്. പക്ഷെ ചിലപ്പോൾ വാക്കുകളേക്കാൾ ശക്തമാണ് കണ്ണുകൾ, അല്ലേ? ഒരേ ശത്രുവുള്ള രണ്ടുപേർക്ക് പരസ്പരം മനസ്സിലാക്കാൻ അധികം വാക്കുകൾ ആവശ്യമില്ല. ഡ്രേക്ക് ഒരു വ്യാപാര കരാറിൽ ഒപ്പുവച്ചു. ഇനിമുതൽ ടെർനാറ്റയിലെ ഗ്രാമ്പു വ്യാപാരത്തിൽ ഇംഗ്ലണ്ടിനും പങ്കാളിത്തമുണ്ടാകും. പോർച്ചുഗീസിന്റെ കുത്തക തകർന്നിരിക്കുന്നു. അതൊരു വലിയ വിജയമായിരുന്നു. രാജ്ഞി അവനെ ഏൽപ്പിച്ച ദൗത്യം സ്പെയിനിനെ കൊള്ളയടിക്കുക എന്നതു മാത്രമല്ലായിരുന്നു, പുതിയ വ്യാപാരബന്ധങ്ങൾ കണ്ടെത്തുക എന്നതും കൂടിയായിരുന്നു. ഡ്രേക്ക് അത് സാധിച്ചിരിക്കുന്നു. ഗോൾഡൻ ഹൈൻഡിൽ ടൺ കണക്കിന് ഗ്രാമ്പു കയറ്റി. ഇപ്പോൾ ആ കപ്പലിൽ അമേരിക്കൻ വെള്ളിയും ഏഷ്യൻ സുഗന്ധദ്രവ്യങ്ങളും നിറഞ്ഞിരിക്കുന്നു. അതിന്റെ ഭാരം ഇനിയും കൂടി. ഒരുപക്ഷെ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിലപിടിപ്പുള്ള ചരക്കുമായി ആ കപ്പൽ ടെർനാറ്റെ ദ്വീപിലിട്ടു. സുൽത്താൻ ബാബുള്ളയുടെ സൗഹൃദവും ഒരു പുതിയ വ്യാപാര കരാറിന്റെ ഉറപ്പും പിന്നെ എണ്ണിയാലൊടുങ്ങാത്ത നിധിയുമായി. രഹസ്യങ്ങളുടെ വഴിയേയുള്ള ആ യാത്ര അതിന്റെ നിർണായകമായ ഒരു ഘട്ടം പിന്നിട്ടിരിക്കുന്നു. പക്ഷേ ഈ നിധിയുമായി ഇംഗ്ലണ്ടിൽ തിരിച്ചെത്തുക എന്നതായിരുന്നു യഥാർത്ഥ വെല്ലുവിളി. മുന്നിൽ ഇനിയും ആയിരക്കണക്കിനു മൈലുകൾ നീണ്ടുകിടക്കുന്ന അപകടം നിറഞ്ഞ കടൽ. ടെർനാറ്റെ ദ്വീപിൽ നിന്നും ഗോൾഡൻ ഹൈൻഡ് യാത്ര തിരിക്കുമ്പോൾ അതൊരു സാധാരണ കപ്പലായിരുന്നില്ല. അതൊരു ഒഴുകി നടക്കുന്ന ഖജനാവായിരുന്നു. അമേരിക്കൻ വെള്ളിയുടെ തണുപ്പും ഏഷ്യൻ ഗ്രാമ്പുവിന്റെ ചൂടും അതിന്റെ ഉള്ളറകളിൽ ഒന്നിച്ചു. ഭാരം കൊണ്ട് കപ്പലിന്റെ വേഗത കുറഞ്ഞിരുന്നു. ഓരോ തിരമാലയിലും അതൊന്ന് ഞരങ്ങി. ഈ ഭാരം മുഴുവൻ താങ്ങി ഇംഗ്ലണ്ട് വരെ എത്താൻ ഇതിന് കഴിയുമോ? ആ ചോദ്യം ഡ്രേക്കിന്റെ മനസ്സിൽ ഒരു ഭാരം പോലെ തൂങ്ങിക്കിടന്നിരിക്കാം.
അവർ സുഗന്ധവ്യഞ്ജന ദ്വീപസമൂഹങ്ങൾക്കിടയിലൂടെയുള്ള ഒരു പുതിയ വഴി തേടുകയായിരുന്നു. പോർച്ചുഗീസ് കപ്പലുകളില്ലാത്ത, ആരും ശ്രദ്ധിക്കാത്ത ഒരു രഹസ്യപാത. ചുറ്റും ആയിരക്കണക്കിന് ചെറുദ്വീപുകൾ, പച്ചപ്പു നിറഞ്ഞ എന്നാൽ മനുഷ്യവാസമില്ലാത്തതുപോലെ തോന്നുന്ന ദ്വീപുകൾ. ഭൂപടങ്ങളിൽ രേഖപ്പെടുത്താത്ത അപകടം നിറഞ്ഞ പവിഴപ്പുറ്റുകൾ ആ തെളിഞ്ഞ വെള്ളത്തിനടിയിൽ ഒളിച്ചിരുന്നു. ഓരോ നിമിഷവും ജാഗ്രതയോടെയാണവർ മുന്നോട്ടു നീങ്ങിയത്. രാത്രികാലങ്ങളിൽ കപ്പലിന്റെ വേഗത നന്നേ കുറച്ചു. ഒരാൾ എപ്പോഴും കപ്പലിന്റെ മുൻവശത്ത് നിന്ന് വെള്ളത്തിന്റെ ആഴം അളന്നുകൊണ്ടേയിരുന്നു. ആ അന്തരീക്ഷത്തിൽ ഒരുതരം മായികതയുണ്ടായിരുന്നു. രാത്രികളിൽ ദൂരദ്വീപുകളിൽ നിന്നും വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാം. വെള്ളത്തിൽ തട്ടി പ്രതിഫലിക്കുന്ന നക്ഷത്രങ്ങൾ, കാറ്റിന് ഈർപ്പത്തിന്റെ ഗന്ധം. നാവികർ നിശബ്ദരായിരുന്നു. അവരുടെ ഉള്ളിൽ ഒരു വശത്ത് തങ്ങൾ നേടിയ സമ്പത്തിനെക്കുറിച്ചുള്ള ആഹ്ലാദവും മറുവശത്ത് മുന്നിലുള്ള അനിശ്ചിതത്വത്തെക്കുറിച്ചുള്ള ഭയവുമുണ്ടായിരുന്നു. ഒരുപക്ഷേ ആ നിധിക്കൊരു ശാപമുണ്ടായിരുന്നോ? അത് നേടിയതിനു ശേഷം അവരുടെ യാത്ര കൂടുതൽ ദുർഘടമാകുകയാണോ? അത്തരം ചിന്തകൾ അവരുടെ ഉറക്കം കെടുത്തിയിട്ടുണ്ടാവാം. 1580 ജനുവരി 9 ആ രാത്രി ശാന്തമായൊരു രാത്രിയായിരുന്നു അത്. നേരിയ ഒരു കാറ്റുണ്ട്, ആകാശത്ത് നിലാവുണ്ട്. നാവികരിൽ ഭൂരിഭാഗവും ഉറക്കത്തിലായിരുന്നു. കഴിഞ്ഞ കുറേ ആഴ്ചകളായി അപകടമൊന്നും സംഭവിക്കാത്തതുകൊണ്ട് അവരിൽ ഒരുതരം അലംഭാവം പടർന്നിരുന്നു. പെട്ടെന്ന് ഒരു ഭീകരമായ ശബ്ദത്തോടെ ഗോൾഡൻ ഹൈൻഡ് ഒന്നുലഞ്ഞു. മുന്നോട്ടുള്ള അതിന്റെ പ്രയാണം ഒരു നിമിഷം കൊണ്ട് നിന്നു. കപ്പലിന്റെ അടിത്തട്ടിൽ നിന്നും മരമുരസുന്നതിന്റെ ഭയാനകമായ ഒരു ശബ്ദം. അവർ ഒരു പവിഴപ്പുറ്റിൽ ഇടിച്ചിരിക്കുന്നു. ഉറങ്ങിക്കിടന്നവർ നിലവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു. കപ്പൽ ഒരു വശത്തേക്ക് അപകടകരമായി ചെരിഞ്ഞു. ഏതു നിമിഷവും അത് മറിയാം, അല്ലെങ്കിൽ പവിഴപ്പുറ്റിന്റെ കൂർത്ത മുനകളിൽ തട്ടി അതിന്റെ അടിഭാഗം പിളർന്ന് നിമിഷനേരം കൊണ്ട് മുങ്ങിപ്പോകാം. ഡ്രേക്ക് തന്റെ ക്യാബിനിൽ നിന്നും ഓടിവന്നു. അവന്റെ മുഖത്ത് പരിഭ്രമമുണ്ടായിരുന്നില്ല. ആപത്തിന്റെ ഘട്ടങ്ങളിൽ ശാന്തനായിരിക്കാൻ കടൽ അവനെ പഠിപ്പിച്ചിരുന്നു. ശാന്തരാകൂ, അവൻ ഉറക്കെ ആജ്ഞാപിച്ചു. നങ്കൂരമിറക്കൂ, പായ്മരങ്ങൾ താഴ്ത്തൂ. അവർ കപ്പലിനെ പിന്നോട്ട് വലിക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് അനങ്ങിയില്ല. പാറയിൽ ഉറച്ചുപോയ ഒരു പല്ലുപോലെ ആ പവിഴപ്പുറ്റ് അതിനെ പിടിച്ചിരുന്നു. വേലിയിറക്കം തുടങ്ങിയിരുന്നു. വെള്ളം താഴുന്നതനുസരിച്ച് കപ്പലിന്റെ ഭാരം മുഴുവൻ ആ പവിഴപ്പുറ്റിനു മുകളിലായി. കപ്പലിന്റെ തടികൾ ലെരിഞ്ഞമരുന്ന ശബ്ദം അവർക്ക് കേൾക്കാമായിരുന്നു. മരണം കൺമുന്നിൽ കണ്ട നിമിഷങ്ങൾ. അവരുടെ കപ്പൽ, അവരുടെ ലോകം, അവരുടെ ഏക ആശ്രയം തകരാൻ പോവുകയാണ്. കൂടെ അവർ ജീവൻ പണയം വെച്ച് നേടിയ നിധിയും അവരും ഈ ആഴക്കടലിൽ അപ്രത്യക്ഷരാകാൻ പോകുന്നു. നാവികർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചിലർ കരഞ്ഞു. ഡ്രേക്ക് തന്റെ പാസ്റ്ററെ ഫ്രാൻസിസ് ഫ്ലെച്ചറെ വിളിച്ചു. അവർ ഒരുമിച്ച് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണേ. പ്രാർത്ഥന കൊണ്ടു മാത്രം കാര്യമില്ലെന്ന് ഡ്രേക്കിനറിയാമായിരുന്നു. കപ്പലിനെ രക്ഷിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അതിന്റെ ഭാരം കുറയ്ക്കുക. അവനൊരു കഠിനമായ തീരുമാനമെടുത്തു. ഏറ്റവും വേദനാജനകമായ തീരുമാനം. ചരക്കുകൾ കടലിലേക്ക് വലിച്ചെറിയൂ, അവൻ ആജ്ഞാപിച്ചു. നാവികർ ഒരു നിമിഷം സ്തബ്ധരായി നിന്നു. എന്ത്? തങ്ങൾ ഇത്രയും കാലം കൊണ്ടുനടന്ന നിധിയോ? ആദ്യം സുഗന്ധദ്രവ്യങ്ങൾ, ഡ്രേക്ക് അലറി. നമ്മുടെ ജീവനേക്കാൾ വലുതല്ല ഒന്നും. അവർ മനസ്സില്ലാ മനസ്സോടെ ആ വലിയ ചാക്കുകൾ കപ്പലിന്റെ തട്ടിലേക്ക് വലിച്ചുകൊണ്ടുവന്നു. ഗ്രാമ്പുവിന്റെയും ജാതിക്കയുടെയും വിലപിടിപ്പുള്ള ചാക്കുകൾ. ഓരോ ചാക്കും കടലിലേക്ക് വീഴുമ്പോൾ ഒരു വലിയ ശബ്ദത്തോടെ വെള്ളം ചിതറിത്തെറിച്ചു. ആ ഉപ്പുവെള്ളത്തിൽ ഗ്രാമ്പുവിന്റെ രൂക്ഷഗന്ധം കലർന്നു. സ്വർണത്തേക്കാൾ വിലപിടിപ്പുള്ള ആ സുഗന്ധം കടൽക്കാറ്റിൽ അലിഞ്ഞില്ലാതാവുന്നത് അവർ നിസ്സഹായരായി നോക്കിനിന്നു. പക്ഷേ കപ്പൽ അനങ്ങിയില്ല. ഇനിയും ഭാരം കുറയ്ക്കണം. പീരങ്കികൾ. കപ്പലിലെ 8 പീരങ്കികളിൽ 3 അവർ കടലിലേക്ക് തള്ളി. ഓരോന്നും വലിയൊരു ശബ്ദത്തോടെ ആഴങ്ങളിലേക്ക് താഴ്ന്നുപോയി. അവർക്ക് അവരുടെ ആയുധങ്ങൾ നഷ്ടപ്പെടുകയായിരുന്നു. അവരുടെ ശക്തി നഷ്ടപ്പെടുകയായിരുന്നു. എന്നിട്ടും കപ്പൽ അനങ്ങിയില്ല. ഇനി വെള്ളി. കുറച്ചു വെള്ളിക്കട്ടകളും. ഡ്രേക്കിന്റെ സ്വരം ഇടറിയിരുന്നു. അത് കേട്ട് നാവികർ ശരിക്കും തകർന്നുപോയി. അമേരിക്കയിൽ നിന്നും അവർ കൊണ്ടുവന്ന, കാക്കാഫിഗോയിൽ നിന്നും പിടിച്ചെടുത്ത ആ വെള്ളിക്കട്ടകൾ ഓരോന്നും അവരുടെ സ്വപ്നമായിരുന്നു. ആ സ്വപ്നങ്ങളെയാണ് അവർ ഇപ്പോൾ കടലിലേക്ക് വലിച്ചെറിയുന്നത്. അങ്ങനെ മണിക്കൂറുകൾ കടന്നുപോയി. അവർ നിരാശയുടെ വക്കിലെത്തി. ഇനി ഒന്നും ചെയ്യാനില്ല. സൂര്യൻ ഉദിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോഴാണ് ആ അത്ഭുതം സംഭവിച്ചത്. കാറ്റിന്റെ ദിശ മാറി. ഒരു ശക്തമായ കാറ്റ് കപ്പലിന്റെ പായ്മരങ്ങളിൽ ആഞ്ഞടിച്ചു. അതോടൊപ്പം വേലിയേറ്റം തുടങ്ങി. വെള്ളം പതുക്കെ ഉയരാൻ തുടങ്ങി. ഭാരം കുറഞ്ഞ ഉയർന്നുവന്ന വെള്ളത്തിന്റെ സഹായത്താൽ ആ ശക്തമായ കാറ്റിൽ ഒരു വലിയ ഞരക്കത്തോടെ ഗോൾഡൻ ഹൈൻഡ് ആ പവിഴപ്പുറ്റിൽ നിന്നും സ്വതന്ത്രമായി. അവർക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല.
അവർ രക്ഷപ്പെട്ടിരിക്കുന്നു. അവർ ആർത്തുവിളിച്ചു, പരസ്പരം കെട്ടിപ്പിടിച്ചു. അവർ മുട്ടുകുത്തി നിന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞു. കപ്പലിന്റെ അടിത്തട്ടിന് സാരമായ കേടുപാടുകൾ പറ്റിയിരുന്നു. വെള്ളം അകത്തേക്ക് കയറുന്നുണ്ടായിരുന്നു. അവർ അടുത്തുള്ള ഒരു വിജനമായ ദ്വീപിലേക്ക് കപ്പലോടിച്ച് അവിടെ കരയ്ക്കടുപ്പിച്ചു. ആ ദ്വീപിൽ അവർ ആഴ്ചകളോളം തങ്ങി. അവർ കപ്പലിന്റെ കേടുപാടുകൾ തീർത്തു, വിശ്രമിച്ചു. നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് അവർ ദുഃഖിച്ചു. പക്ഷേ ജീവൻ തിരികെ കിട്ടിയതിൽ അവർ ആശ്വസിച്ചു. അമിതമായ ഭാരം താങ്ങാനാവാതെ വരുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടത് ഉപേക്ഷിക്കേണ്ടിവരുന്ന അവസ്ഥ. ജീവിതത്തിലും അങ്ങനെയല്ലേ? ഒരുപക്ഷേ ആ പവിഴപ്പുറ്റ് അവരെ ഒരു വലിയ പാഠം പഠിപ്പിക്കുകയായിരുന്നു. കേടുപാടുകൾ തീർത്ത് അവർ വീണ്ടും യാത്ര തുടങ്ങി. ഇനി അവരുടെ ലക്ഷ്യം ഇന്ത്യൻ മഹാസമുദ്രം കടന്ന് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റി ഇംഗ്ലണ്ടിലെത്തുക എന്നതായിരുന്നു. അതൊരു നീണ്ട, വിരസമായ യാത്രയായിരുന്നു. ദിവസങ്ങളോളം, ആഴ്ചകളോളം കര കാണാതെ. ഇന്ത്യൻ മഹാസമുദ്രം ശാന്തമായിരുന്നു. പക്ഷേ ആ ശാന്തതയ്ക്ക് ഒരുതരം ഭീകരതയുണ്ടായിരുന്നു. മുന്നിലും പിന്നിലും വശങ്ങളിലും നീലനിറം മാത്രം. സൂര്യന്റെ കഠിനമായ ചൂട്. നാവികർ വീണ്ടും ക്ഷീണിതരായി. ഒടുവിൽ 1580 ജൂൺ മാസത്തിൽ അവർ ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെത്തി. കേപ്പ് ഓഫ് സ്റ്റോംസ് അഥവാ കൊടുങ്കാറ്റുകളുടെ മുനമ്പ് എന്ന് പോർച്ചുഗീസുകാർ പേരിട്ട ആ സ്ഥലം. അവിടെ എപ്പോഴും ഭീകരമായ കാറ്റും കോളുമായിരിക്കുമെന്ന് അവർ ഭയന്നു. എന്നാൽ വിധി അവരെ തുണച്ചു. അവർ അവിടെ എത്തിയപ്പോൾ കടൽ ശാന്തമായിരുന്നു. നല്ലൊരു കാറ്റിന്റെ സഹായത്തോടെ അവർ അപകടമൊന്നും കൂടാതെ ആ മുനമ്പ് വലം വെച്ചു. ഇപ്പോൾ അവർ വീണ്ടും അറ്റ്ലാന്റിക് സമുദ്രത്തിലായിരുന്നു. പരിചിതമായ വെള്ളത്തിൽ. ആകാശത്ത് പരിചിതമായ നക്ഷത്രങ്ങൾ വീണ്ടും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അവർ വീട്ടിനോടടുക്കുകയായിരുന്നു. ആ ചിന്ത അവരിൽ പുതിയൊരു ഊർജം നിറച്ചു. അവർ ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള സിയേറ ലിയോണിലെത്തി. അവിടെ നിന്നും അവർക്ക് ആവശ്യത്തിന് ശുദ്ധജലവും പഴങ്ങളും ലഭിച്ചു. 2 വർഷത്തിലേറെയായി നീണ്ടുനിൽക്കുന്ന അവരുടെ യാത്ര അവസാനിക്കാറായി. അവർ വടക്കോട്ട് യാത്ര തുടർന്നു. യൂറോപ്പിന്റെ തീരം അടുക്കുംതോറും അവരുടെ ഹൃദയമിടിപ്പ് കൂടി. ഇംഗ്ലണ്ടിൽ എന്തായിരിക്കും അവരെ കാത്തിരിക്കുന്നത്? അവർ തിരിച്ചെത്തുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടാവുമോ? രാജ്ഞിക്ക് അവരെ ഓർമ്മയുണ്ടാവുമോ? അതോ ജോൺ വിന്ററിന്റെ കപ്പൽ തിരിച്ചെത്തിയപ്പോൾ തങ്ങളും കടലിൽ നഷ്ടപ്പെട്ടു എന്നവർ കരുതിയിരിക്കുമോ? ചോദ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഉത്തരങ്ങൾക്കായി അവർക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വന്നിരുന്നു. ഗോൾഡൻ ഹൈൻഡ് എന്ന സ്വർണമാൻ, അതിന്റെ മുറിവേറ്റ ശരീരവും ബാക്കിയായ നിധിയും ഒരുപാട് കഥകളുമായി തന്റെ ജന്മനാട്ടിലേക്ക്, പ്ലിമത്തിലേക്ക് അവസാനത്തെ കുതിപ്പ് നടത്തുകയായിരുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വടക്കൻ ഭാഗത്തേക്ക് ഗോൾഡൻ ഹൈൻഡ് പ്രവേശിച്ചപ്പോൾ കാട്ടിന് ഒരു തണുപ്പ് കൈവന്നു. സൂര്യരശ്മിക്ക് അതിന്റെ തീവ്രത നഷ്ടപ്പെട്ടു. ആകാശത്തിന് ഇംഗ്ലണ്ടിന്റെ മാത്രം സ്വന്തമായ ഒരു ചാരനിറം കൈവരാൻ തുടങ്ങി. നാവികർക്ക് ആ മാറ്റം തിരിച്ചറിയാൻ കഴിഞ്ഞു. അവർ വീട്ടിലേക്ക് അടുക്കുകയായിരുന്നു. അവരുടെ വസ്ത്രങ്ങൾ കീറിപ്പറഞ്ഞിരുന്നു. ശരീരങ്ങൾ ക്ഷീണിതരായിരുന്നു. മുഖങ്ങളിൽ 3 വർഷത്തെ കടൽ ജീവിതം ഒരു ഭൂപടം പോലെ ചുളിവുകൾ വരച്ചിട്ടിരുന്നു. പക്ഷേ അവരുടെ കണ്ണുകളിൽ ഒരു പുതിയ തിളക്കമുണ്ടായിരുന്നു. പ്രതീക്ഷയുടെ തിളക്കം. പ്ലിമത്തിലെ പഴയ തെരുവുകൾ, തങ്ങളുടെ വീടുകൾ, കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അവരുടെ ഓർമ്മകൾ ഒരു തിരമാല പോലെ മനസ്സിലേക്ക് അടിച്ചുകയറി. പക്ഷേ ആ പ്രതീക്ഷയ്ക്കൊപ്പം ഒരു വലിയ ചോദ്യചിഹ്നവും ഉയർന്നു നിന്നു. എന്തായിരിക്കും അവരെ കാത്തിരിക്കുന്നത്? എലിസബത്ത് എന്ന കപ്പലിൽ രക്ഷപ്പെട്ട ജോൺ വിന്റർ ഇപ്പോഴേക്കും ഇംഗ്ലണ്ടിലെത്തിയിട്ടുണ്ടാകും. അയാൾ എന്ത് കഥയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഡ്രേക്ക് ഒരു കലാപകാരിയാണെന്നോ, അയാൾ കൊടുങ്കാട്ടിൽപ്പെട്ട് കടലിൽ താണുപോയെന്നോ, തങ്ങൾ മരിച്ചു എന്ന് ലോകം കരുതിയിരിക്കുമോ? അല്ലെങ്കിൽ അതിലും ഭീകരമായ മറ്റൊന്ന്. തങ്ങളുടെ കൊള്ളയുടെ വാർത്ത സ്പെയിൻ അറിഞ്ഞിട്ടുണ്ടാകും. സ്പാനിഷ് കിരാജാവ് ഫിലിപ്പ് എലിസബത്ത് രാജ്ഞിയുടെ മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടാകും. തങ്ങൾ തിരിച്ചെത്തിയാൽ രാജ്ഞി തങ്ങളെ സ്പാനിഷ് നിയമത്തിന് വിട്ടുകൊടുക്കുമോ? ഒരു കടൽ കൊള്ളക്കാരനായി ലണ്ടനിലെ ഏതെങ്കിലും ഇരുണ്ട തടവറയിലായിരിക്കുമോ തന്റെ ജീവിതം അവസാനിക്കുക? ഡ്രേക്കിന്റെ മനസ്സിൽ ഈ ചോദ്യങ്ങൾ ഒരു കൊടുങ്കാറ്റുപോലെ ആഞ്ഞടിച്ചിരിക്കാം. ലോകം മുഴുവൻ കീഴടക്കിയവന് സ്വന്തം നാട്ടിലേക്ക് കാലുകുത്താൻ ഭയം. വിചിത്രമായൊരവസ്ഥയാണതല്ലേ? 1580
സെപ്റ്റംബർ 26 തിങ്കളാഴ്ച. മൂടൽമഞ്ഞുള്ള ഒരു പ്രഭാതം. ദൂരെ ഇംഗ്ലണ്ടിന്റെ തീരം ഒരു നേർത്ത രേഖ പോലെ തെളിഞ്ഞുവന്നു. കോൺവാളിന്റെ തെക്കേയറ്റത്തുള്ള ദ ലിസാർഡ് എന്ന മുനമ്പ്. 3 വർഷത്തിനുശേഷം അവർ കാണുന്ന സ്വന്തം നാട്ടിന്റെ ഭാഗം. നാവികർ ആർപ്പു വിളിച്ചു. ചിലർ കരഞ്ഞു. ചിലർ നിശബ്ദരായി ആ കാഴ്ച നോക്കി നിന്നു. ഗോൾഡൻ ഹൈൻഡ് പതുക്കെ ഒരു നിഴലുപോലെ പ്ലിമത്ത് തുറമുഖത്തേക്ക് പ്രവേശിച്ചു. ആരും തങ്ങളെ തിരിച്ചറിയാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചു. തുറമുഖം പഴയതുപോലെ തന്നെ ഉണ്ടായിരുന്നു. പഴയ കപ്പലുകൾ, മത്സ്യബന്ധന ബോട്ടുകൾ, തിരക്കിട്ട് നടക്കുന്ന ആളുകൾ. 3 വർഷം ഒരു വലിയ കാലയളവാണ്. ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടാകാം. അവർ തുറമുഖത്തിന്റെ ഒരു ഒഴിഞ്ഞ കോണിൽ നങ്കൂരമിട്ടു. ഡ്രേക്ക് ആരെയും കരയിലിറങ്ങാൻ അനുവദിച്ചില്ല. ആദ്യം കാര്യങ്ങൾ എന്താണെന്നറിയണം. അതുവഴി വന്ന ഒരു മത്സ്യബന്ധന ബോട്ടിനെ അവർ കൈകാട്ടി വിളിച്ചു. ബോട്ടിലുണ്ടായിരുന്ന വയസ്സനായ മീൻപിടുത്തക്കാരൻ ഈ വിചിത്ര രൂപമുള്ള കപ്പലിനെയും അതിലെ കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ച മനുഷ്യരെയും അത്ഭുതത്തോടെ നോക്കി. ഇതേതാണ് വർഷം? ഡ്രേക്ക് ചോദിച്ചു. മീൻപിടുത്തക്കാരൻ ചിരിച്ചു. 1580 തന്നെ. നിങ്ങൾക്ക് വഴിതെറ്റിയോ? രാജ്ഞി, എലിസബത്ത് രാജ്ഞി ജീവിച്ചിരിപ്പുണ്ടോ? ആ ചോദ്യം കേട്ട് അയാളൊന്ന് ഞെട്ടി. തീർച്ചയായും, രാജ്ഞിക്ക് എന്ത് സംഭവിക്കാൻ? ഡ്രേക്കിന് ആശ്വാസമായി. രാജ്ഞി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തനിക്ക് പ്രതീക്ഷയുണ്ട്. പ്ലിമത്തിൽ പ്ലേഗ് രോഗമുണ്ടോ? ഇതായിരുന്നു അടുത്ത ചോദ്യം. ഉണ്ട്. ഭീകരമായ പ്ലേഗ് പടർന്നു പിടിക്കുകയാണ്. ആളുകൾ മരിച്ചു വീഴുകയാണ്. നിങ്ങൾ തുറമുളുത്ത് അധികനേരം നിൽക്കരുത്. ആ വാർത്തയവരെ ഭയപ്പെടുത്തി. അതോടൊപ്പം അതവർക്കൊരു മറയുമായി. പ്ലേഗ് ഭയം കാരണം ആരും അവരുടെ കപ്പലിന്റെ അടുത്തേക്ക് വരാൻ ധൈര്യപ്പെടില്ല. ഡ്രേക്ക് തന്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു നാവികനെ കരയിലേക്ക് അയച്ചു. ഒരു കുതിരയെ വാങ്ങി എത്രയും പെട്ടെന്ന് ലണ്ടനിലേക്ക് പോകാനും രാജ്ഞിയെ രഹസ്യമായി കണ്ട ഒരു സന്ദേശം നൽകാനും. ആ സന്ദേശത്തിൽ എന്തായിരുന്നു എഴുതിയിരുന്നതെന്ന് ആർക്കും അറിയില്ല. ഒരുപക്ഷെ അതിങ്ങനെയായിരിക്കുന്നിരിക്കാം. തിരുമനസ്സേ, നിങ്ങളുടെ വ്യാളി മടങ്ങി വന്നിരിക്കുന്നു. സ്പെയിനിന്റെ സ്വർണവും ലോകം ചുറ്റിയതിന്റെ കഥകളുമായി. ഇനി എന്തു വേണമെന്ന് അങ്ങ് കൽപ്പിക്കണം. ആ നാവികൻ പോയതോടെ കാത്തിരിപ്പിന്റെ നാളുകൾ തുടങ്ങി. ഗോൾഡൻ ഹൈൻഡിൽ ആ ചെറിയ ലോകത്തവർ തടവുകാർ പോലെ കഴിഞ്ഞു. പുറത്തിറങ്ങാൻ അനുവാദമില്ല. കരയിലേക്ക് നോക്കി നിൽക്കാം, അത്രമാത്രം. പ്ലിമത്തിലെ പള്ളിമണികൾ അടിക്കുന്നത് കേൾക്കാം. തങ്ങളുടെ വീടുകൾ അവിടെ എവിടെയോ ഉണ്ട്. പക്ഷെ അങ്ങോട്ട് പോകാൻ കഴിയില്ല. ഒന്നാലോചിച്ചു നോക്കൂ. ലോകം മുഴുവൻ ചുറ്റി വന്നിട്ട് സ്വന്തം വീടിന്റെ പടിവാതിൽക്കലെത്തിയപ്പോൾ അകത്തേക്ക് കടക്കാൻ കഴിയാത്ത ഒരവസ്ഥ. ദിവസങ്ങൾ കടന്നുപോയി. ഡ്രേക്കിന്റെ ക്ഷമ നശിച്ചു. ഒരു വാർത്തയും വന്നില്ല. രാജ്ഞി തന്നെ കൈവിട്ടോ? സ്പെയിനിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി തന്നെ അറസ്റ്റ് ചെയ്യാൻ പട്ടാളത്തെ അയക്കുമോ? ഓരോ നിമിഷവും അവൻ ഭയന്നു. രാത്രികളിൽ അവൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല. കപ്പലിന്റെ തട്ടിൽ അങ്ങോട്ടുമിങ്ങോട്ടും നടന്ന് ദൂരെ ലണ്ടനിലേക്ക് നോക്കിയിരുന്നിട്ടുണ്ടാകാം. അവസാനം ഒരാഴ്ചയ്ക്ക് ശേഷം ആ നാവികൻ തിരിച്ചെത്തി. അവന്റെ മുഖത്ത് സന്തോഷമുണ്ടായിരുന്നു. രാജ്ഞിക്ക് വിശ്വസിക്കാനായില്ല. ഡ്രേക്ക് ജീവിച്ചിരിപ്പുള്ളെന്നോ, ലോകം ചുറ്റി തിരിച്ചെത്തിയെന്നോ. അവൾ അത്യധികം സന്തോഷിച്ചു. അവൾ ഡ്രേക്കിനെ കാണാൻ ആഗ്രഹിക്കുന്നു. ഉടൻ തന്നെ അതീവ രഹസ്യമായി റിച്ച്മണ്ട് കൊട്ടാരത്തിലെത്തണം. ആ വാർത്ത ഗോൾഡൻ ഹൈൻഡിൽ ഒരു ആഘോഷമുണ്ടാക്കി. അവരുടെ നേതാവിനെ രാജ്ഞി കൈവിട്ടിട്ടില്ല. അവർ രക്ഷപ്പെട്ടിരിക്കുന്നു. ഒരു രാത്രിയുടെ മറവിൽ ഡ്രേക്ക് തന്റെ കപ്പലിൽ നിന്നും ഏതാനും പെട്ടികൾ മാത്രമെടുത്ത് ഒരു ചെറിയ ബോട്ടിൽ കരയിലിറങ്ങി. ആ പെട്ടികളിൽ നിറയെ സ്വർണവും രത്നങ്ങളുമായിരുന്നു. യാത്രയുടനീളം അവനെഴുതിയ ഒരു ഡയറിയും അവൻ വരച്ച ഭൂപടങ്ങളും. അവൻ ലണ്ടനിലെത്തി റിച്ച്മണ്ട് കൊട്ടാരത്തിന്റെ രഹസ്യവാതിലിലൂടെ അകത്തുകടന്നു. ആ മുറിയിൽ എലിസബത്ത് രാജ്ഞി അവനെ കാത്തിരുന്നു. ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് ചരിത്രത്തിൽ അധികം രേഖകളില്ല. പക്ഷെ നമുക്ക് ഭാവനയിൽ കാണാം. ക്ഷീണിതനായ, താടി വളർന്ന, കടൽക്കാറ്റേറ്റ് കരുവാലിച്ച ആ നാവികൻ ഇംഗ്ലണ്ടിന്റെ ശക്തയായ രാജ്ഞിയുടെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്നു. അവൻ തന്റെ ഡയറിയും ഭൂപടങ്ങളും അവളുടെ കാൽക്കൽ വയ്ക്കുന്നു. എന്നിട്ട് ആ സ്വർണം നിറച്ച പെട്ടികൾ തുറന്നു കാണിക്കുന്നു. രാജ്ഞിയുടെ കണ്ണുകൾ വിടർന്നിരിക്കാം. 6 മണിക്കൂറോളം ഡ്രേക്ക് തന്റെ യാത്രയുടെ കഥ ആ മുറിയിൽ വെച്ച് രാജ്ഞിയോട് വിവരിച്ചു. മഗല്ലൻ കടലിടുക്കിലെ കൊടുങ്കാറ്റ്, ഡൗട്ടിയുടെ വധം, പസഫിക്കിലെ ഏകാന്തത, കാഗാഫ്യൂഗോയെ പിടികൂടിയത്, ടെർണാട്ടയിലെ സുൽത്താനുമായുള്ള കൂടിക്കാഴ്ച, പവിഴപ്പുറ്റിലെ അപകടം, എല്ലാം. രാജ്ഞി ഒരു ഇതിഹാസകഥ കേൾക്കുന്നതുപോലെ അത് കേട്ടിരുന്നു. ഡ്രേക്ക് തിരികെ കൊണ്ടുവന്ന സമ്പത്തിന്റെ കണക്കെടുത്തപ്പോൾ എല്ലാവരും ഞെട്ടി. ഏതാണ്ട് 6 ലക്ഷം പൗണ്ട്. അത് ഇംഗ്ലണ്ടിന്റെ അന്നത്തെ വാർഷിക വരുമാനത്തിന്റെ ഇരട്ടിയായിരുന്നു. ആ ഒരൊറ്റ യാത്ര കൊണ്ട് ഇംഗ്ലണ്ടിന്റെ മുഴുവൻ കടങ്ങളും വീട്ടാൻ കഴിയുമായിരുന്നു. യാത്രയ്ക്ക് പണം മുടക്കിയ നിക്ഷേപകർക്ക്
അവർ മുടക്കിയതിന്റെ 4700% ലാഭം കിട്ടി. ചരിത്രത്തിലെ ഏറ്റവും ലാഭകരമായ സംരംഭം. ഇനി രാജ്ഞിയുടെ മുന്നിലൊരു തിരഞ്ഞെടുപ്പുണ്ടായിരുന്നില്ല. ഇത്രയും വലിയൊരു നിധി കൊണ്ടുവന്ന ഇംഗ്ലണ്ടിന്റെ അഭിമാനം വാനോളം ഉയർത്തിയ ഒരു മനുഷ്യനെ എങ്ങനെയാണ് അവൾക്ക് തള്ളിപ്പറയാൻ കഴിയുക? അവളൊരു തീരുമാനമെടുത്തു. ഫ്രാൻസിസ് ഡ്രേക്ക് ഒരു കൊള്ളക്കാരനല്ല, അവനൊരു വീരനാണ്. അവൾ ഗോൾഡൻ ഹൈൻഡ് എന്ന കപ്പൽ ലണ്ടനടുത്തുള്ള ഡെപ്റ്റ്ഫോർഡിലേക്ക് കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. അതൊരു പുതുപ്രദർശന വസ്തുവാക്കാൻ മാറ്റാൻ. സ്പെയിനിന്റെ മുഖത്തേറ്റ ഒരു പ്രഹാരമായിരുന്നു അത്. സ്പാനിഷ് അംബാസഡർ രോഷാകുലനായി രാജ്ഞിയുടെ കൊട്ടാരത്തിലെത്തി. "നിങ്ങളൊരു കള്ളനെ ആദരിക്കുകയാണോ?" രാജ്ഞി പുഞ്ചിരിച്ചു. "ഞാനൊരു കള്ളനെയല്ല ആദരിക്കുന്നത്, ഇംഗ്ലണ്ടിന്റെ ഒരു വീരപുത്രനെയാണ്." അതോടെ ഫ്രാൻസിസ് ഡ്രേക്കിന്റെ തലവിധി മാറി. രഹസ്യങ്ങളുടെ വഴിയിലുള്ള അവന്റെ യാത്ര അവസാനിച്ചു. ഇനി അവനൊരു നിഴലല്ല, അവൻ പ്രകാശത്തിലേക്ക് വരാൻ പോകുകയായിരുന്നു. ഒരു രാജ്യത്തിന്റെ മുഴുവൻ ആരാധനാപാത്രമായി മാറാൻ പോകുകയായിരുന്നു. വ്യാളിയുടെ നിഴലെന്ന അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തത് ആ വ്യാളി ഒരു ഇതിഹാസമായി മാറുന്നതിന്റെ കഥയാണ്. 1581 ഏപ്രിൽ 4 ലണ്ടനിലെ ഡെപ്റ്റ്ഫോർഡിൽ ആ ദിവസം സൂര്യന് പതിവിലുമധികം തിളക്കമുണ്ടായിരുന്നു. തെംസ് നദിയുടെ കരയിൽ ഗോൾഡൻ ഹൈൻഡ് എന്ന ആ സ്വർണ്ണമാനിനെ അണിയിച്ചൊരുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ മുറിപ്പാടുകൾ മറച്ച്, പുതിയ ചായം പൂശി, കൊടിതോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ച്. ഒരു യുദ്ധക്കപ്പലിനെപ്പോലെയല്ല, ഒരു രാജകുമാരിയെപ്പോലെ. ആയിരക്കണക്കിന് ആളുകൾ ആ കാഴ്ച കാണാൻ തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. അവരുടെ എല്ലാം നായകൻ ഫ്രാൻസിസ് ഡ്രേക്ക് ചരിത്രത്തിലേക്ക് നടന്നു കയറാൻ പോവുകയായിരുന്നു. എലിസബത്ത് രാജ്ഞി തന്റെ പ്രൗഢഗംഭീരമായ വസ്ത്രങ്ങളണിഞ്ഞ് മന്ത്രിമാരുടെ അകമ്പടിയോടെ ആ കപ്പലിന്റെ തട്ടിൽ കാലെടുത്തു വച്ചു. ലോകം ചുറ്റിവന്ന, സ്പെയിനിന്റെ നിധി പേറുന്ന ആ കപ്പലിന്റെ തട്ടിൽ. അതൊരു പ്രഖ്യാപനമായിരുന്നു, സ്പെയിനിനോടുള്ള ഒരു വെല്ലുവിളി. ഡ്രേക്ക് രാജ്ഞിയുടെ മുന്നിൽ മുട്ടുകുത്തി. അവന്റെ മുഖത്ത് വികാരങ്ങൾ എന്തെന്ന് വായിച്ചെടുക്കാൻ പ്രയാസമായിരുന്നു. ഒരുപക്ഷെ ആ നിമിഷം അവന്റെ മനസ്സിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ കടന്നുപോയിട്ടുണ്ടാകും. ഡെവൻഷെയറിലെ ചെളിനിറഞ്ഞ പാടങ്ങൾ, ദ്രവിച്ച കപ്പലിലെ ബാല്യം, സാൻഹുവാൻഡി ഉലുവയിലെ ചതി, അനുജന്റെ മരണം, ടോമസ് ഡൗട്ടിയുടെ അറ്റത്തല, പസഫിക്കിലെ ഏകാന്തത, കാഗാഫ്യൂഗോയെ പിടികൂടിയത്, ടെർണാട്ടയിലെ സുൽത്താനുമായുള്ള കൂടിക്കാഴ്ച, പവിഴപ്പുറ്റിലെ അപകടം, എല്ലാം. രാജ്ഞിയൊരു ഇതിഹാസ കഥ കേൾക്കുന്നതുപോലെ അത് കേട്ടിരുന്നു. രാജ്ഞിയൊരു വാളെടുത്തു, അത് ഡ്രേക്കിന്റെ തോളിൽ വെച്ചു. "എഴുന്നേൽക്കൂ, സർ ഫ്രാൻസിസ് ഡ്രേക്ക്." ആ ഒരൊറ്റ നിമിഷം, ആ വാക്കുകൾ. ഡെവൻഷയറിലെ കർഷകന്റെ മകൻ, കടൽക്കൊള്ളക്കാരനെന്ന് മുദ്രകുത്തപ്പെട്ടവൻ, ഇപ്പോൾ ഒരു പ്രഭുവായി മാറിയിരിക്കുന്നു. സർ ഫ്രാൻസിസ് ഡ്രേക്ക്. ജനക്കൂട്ടം ആർത്തുവിളിച്ചു. ആ ആരവം ലണ്ടൻ നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസങ്ങളിലൊന്നായിരിക്കാം അത്. ഒരു കടൽക്കൊള്ളക്കാരനെ അവൻ കൊള്ളയടിച്ച കപ്പലിന്റെ തട്ടിൽ വെച്ച് ഒരു രാജ്ഞി പ്രഭുപദവി നൽകി ആദരിക്കുന്നു. ആ ദിവസത്തോടെ ഡ്രേക്കിന്റെ ജീവിതം മാറി. അവൻ ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റിയായി. അവൻ പോകുന്നിടത്തെല്ലാം ആളുകൾ തടിച്ചുകൂടി. കവിതർ അവനെക്കുറിച്ച് പാട്ടുകൾ എഴുതി. ചിത്രകാരന്മാർ അവന്റെ ചിത്രങ്ങൾ വരച്ചു. അവന്റെ യാത്രയുടെ കഥകൾ ചെറിയ പുസ്തകങ്ങളായി നാടാകെ വിൽക്കപ്പെട്ടു. എൽ ഡ്രാക്കോ എന്ന സ്പെയിൻകാർ ഭയത്തോടെ ഉച്ചരിച്ചിരുന്ന ആ പേര് ഇംഗ്ലണ്ടിൽ ഒരു വീരനായകന്റെ പര്യായമായി മാറി. അവൻ വാങ്ങിക്കൂട്ടിയ സമ്പത്തുകൊണ്ട് തന്റെ ജന്മനാടായ ഡെവൻഷെയറിൽ ബക്ക്ലാൻഡ് ആബി എന്ന വലിയൊരു എസ്റ്റേറ്റ് വാങ്ങി. ഒരു കാലത്ത് സന്യാസിമാർ താമസിച്ചിരുന്ന പുഴയുടെയും കുന്നുടരുടെയും നടുവിലുള്ള ഒരു വലിയ മാളിക. അവൻ പ്ലിമത്തിന്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് പാർലമെന്റ് അംഗമായി. ഒരു സാധാരണ നാവികൻ ഇപ്പോൾ രാജ്യത്തിന്റെ ഭരണശിരാകേന്ദ്രങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു. അവൻ സന്തോഷവാനായിരുന്നോ? ഒരുപക്ഷേ. ആർക്കാണ് അധികാരവും സമ്പത്തും പ്രശസ്തിയും ഇഷ്ടമല്ലാത്തത്? പക്ഷേ ചില രാത്രികളിൽ ആ വലിയ മാളികയിലെ തന്റെ വിശാലമായ മുറിയിൽ അവൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, ജനലഴികളിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ അവന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നിരിക്കാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കരയിലെ ഈ ജീവിതം അവനൊരു സ്വർണ്ണക്കൂടായി അനുഭവപ്പെട്ടിട്ടുണ്ടാവുമെന്ന്? കപ്പലിന്റെ ആടിയുലയുന്ന തട്ടിലുറങ്ങി ശീലിച്ചവന് ഉറപ്പുള്ള നിലത്തെ നിശ്ചലത ഒരുതരം അസ്വസ്ഥതയുണ്ടാക്കി. തിരമാലകളുടെ ശബ്ദവും കാറ്റിന്റെ ചൂളവും കേട്ട് ജീവിച്ചവന് തന്റെ എസ്റ്റേറ്റിലെ മരങ്ങൾക്കിടയിലൂടെ വീശുന്ന കാറ്റിന്റെ ശബ്ദം ഒരു അപരിചിത സംഗീതം പോലെ തോന്നി. ആ വലിയ വീടിന്റെ നിശബ്ദത അവനെ ഭയപ്പെടുത്തിയിട്ടുണ്ടാവാം. അവൻ കണ്ണടയ്ക്കുമ്പോൾ
ഇപ്പോഴും അവൻ കണ്ടിരുന്നത് പസഫിക്കിന്റെ അനന്തമായ നീലിമയായിരിക്കാം. ഏകാന്തമായ സമുദ്രം. അതവനെ വിട്ടുപോയിരുന്നില്ല. അതവന്റെ ഉള്ളിൽ തന്നെയുണ്ടായിരുന്നു. അവൻ ഒരുപാട് മാറി. പഴയ നാവികരുടെ കൂട്ടത്തിൽ നിന്നും അവൻ അകന്നു. ഇപ്പോൾ അവന്റെ സുഹൃത്തുക്കൾ പ്രഭുക്കന്മാരും രാഷ്ട്രീയക്കാരുമായിരുന്നു. അവരുടെ സംഭാഷണങ്ങൾ വ്യാപാരത്തെക്കുറിച്ചും യുദ്ധതന്ത്രങ്ങളെക്കുറിച്ചും കൊട്ടാരത്തിലെ ഗൂഢാലോചനകളെക്കുറിച്ചുമൊക്കെയായിരുന്നു. ആ സംഭാഷണങ്ങൾക്കിടയിലിരിക്കുമ്പോൾ ഒരുപക്ഷെ അവൻ ടെർണാട്ടയിലെ സുൽത്താനെ ഓർത്തിരിക്കാം, അല്ലെങ്കിൽ പനാമയിലെ കാടുകളിൽ കൂടെ നടന്ന സിമറോൺ പോരാളികളെ ഓർത്തിരിക്കാം. ആ പഴയ ലളിതമായ ബന്ധങ്ങളുടെ ഊഷ്മളത ഈ പുതിയ ലോകത്ത് അവന് നഷ്ടപ്പെട്ടതുപോലെ തോന്നിയിരിക്കാം. അവന്റെ ഭൂതകാലം അവനെ ഒരു നിഴൽ പോലെ പിന്തുടർന്നു. തോമസ് ഡൗട്ടിയുടെ മുഖം അവന്റെ ഉറക്കത്തിൽ വന്ന് സംസാരിച്ചിരിക്കുമോ? ഫ്രാൻസിസ്, നീ എന്തിനാണെന്നെ കൊന്നത്? അധികാരത്തിനു വേണ്ടിയായിരുന്നോ? രാത്ലൻ ദ്വീപിൽ കൊല്ലപ്പെട്ട ആ ഐറിഷ് സ്ത്രീകളുടെയും കുട്ടികളുടെയും നിലവിളികൾ ഈ നിശബ്ദരാത്രികളിൽ അവന്റെ കാതുകളിൽ മുഴങ്ങിയിരുന്നോ? നമുക്കറിയില്ല. ചരിത്രം ചിലപ്പോൾ മനുഷ്യരുടെ ഉള്ളിലെ മുറിവുകളെക്കുറിച്ച് സംസാരിക്കാറില്ല. അതവരുടെ വിജയങ്ങളെക്കുറിച്ച് മാത്രമേ പാടാറുള്ളൂ. അവൻ പലപ്പോഴും പ്ലിമത്തിലെ തുറമുഖത്തേക്ക് പോകും. അവിടെ പഴയ നാവികരുമായി സംസാരിച്ചിരിക്കും. കടലിന്റെ ഗന്ധമുള്ള ഉപ്പുകാറ്റേറ്റ മുഖങ്ങളുള്ള ആ മനുഷ്യർക്കിടയിൽ അവൻ വീണ്ടും പഴയ ഡ്രേക്കായി മാറുമായിരുന്നു. അവർ പുതിയ യാത്രകളെക്കുറിച്ച് സംസാരിക്കും. കണ്ടെത്താത്ത ദ്വീപുകളെക്കുറിച്ച്, പിടികിട്ടാത്ത നിധികളെക്കുറിച്ച്. ആ നിമിഷങ്ങളിൽ അവന്റെ കണ്ണുകൾ വീണ്ടും തിളങ്ങും. അവന്റെ ഉള്ളിലെ നാവികൻ ഉണരും. കരയിലെ ഈ ജീവിതം അവനെ മടുപ്പിച്ചിരുന്നു. അവൻ പുതിയൊരു യാത്രയ്ക്കു വേണ്ടി കൊതിച്ചു. പക്ഷേ രാജ്ഞി അവനെ അനുവദിച്ചില്ല. ഇല്ല സാർ, ഫ്രാൻസിസ്, നിങ്ങളിപ്പോൾ ഇംഗ്ലണ്ടിന്റെ ഒരു നിധിയാണ്. നിങ്ങളെ ഇനിയും ഒരു അപകടത്തിലേക്ക് തള്ളിവിടാൻ ഞാൻ തയ്യാറല്ല. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. 1585 അവൻ വീണ്ടും വിവാഹിതനായി. എലിസബത്ത് സിഡൻഹാം എന്ന ഒരു യുവപ്രഭകുമാരിയെ. അതൊരു പ്രണയവിവാഹമായിരുന്നോ അതോ രാഷ്ട്രീയപരമായ ഒരു കൂട്ടുകെട്ടായിരുന്നോ എന്ന് വ്യക്തമല്ല. അവർക്ക് കുട്ടികളുണ്ടായില്ല. ബക്ലാൻഡ് ആബി എന്ന വലിയ മാളികയിൽ അവർ രണ്ടുപേരും ഒരുപാട് ഓർമ്മകളും പേറി ജീവിച്ചു. ഇതിനിടയിൽ ലോകം മാറുകയായിരുന്നു. സ്പെയിനിന്റെ രാജാവ് ഫിലിപ്പ് രണ്ടാമൻ ക്ഷമയുള്ള മനുഷ്യനായിരുന്നു. പക്ഷേ അയാൾ ഒന്നും മറക്കുന്നവനല്ലായിരുന്നു. ഡ്രേക്ക് കൊള്ളയടിച്ച നിധിയും ഇംഗ്ലണ്ട് അവനെ ആദരിച്ചതും അയാൾക്ക് സഹിക്കാവുന്നതിലുമപ്പുറമായിരുന്നു. അതിലുപരി പ്രൊട്ടസ്റ്റന്റുകാരിയായ എലിസബത്തിനെ അയാൾ വെറുത്തു. ഇംഗ്ലണ്ടിനെ ആക്രമിച്ച് കീഴടക്കി അവിടെ വീണ്ടും കത്തോലിക്ക ഭരണം സ്ഥാപിക്കാൻ അയാൾ പദ്ധതിയിട്ടു. അയാൾ യൂറോപ്പിലെ ഏറ്റവും വലിയ നാവികപ്പടയെ പണിയാൻ തുടങ്ങി. ചരിത്രം പിന്നീട് സ്പാനിഷ് അർമാഡ എന്ന് വിളിച്ച ആ ഭീമാകാരം കപ്പൽ വ്യൂഹം. 130ഓളം വലിയ കപ്പലുകൾ, 30,000-ലധികം സൈനികർ. അതിന്റെ ലക്ഷ്യം ഒന്നായിരുന്നു: ഇംഗ്ലണ്ട്. ഈ വാർത്തകൾ ഇംഗ്ലണ്ടിലെത്തിയപ്പോൾ ഒരു ഭയത്തിന്റെ തരംഗം രാജ്യമാകെ പടർന്നു. സ്പെയിനിന്റെ ഈ ഭീമാകാര ശക്തിയെ എങ്ങനെ നേരിടും? ഇംഗ്ലണ്ടിന്റെ നാവികസേന ചെറുതാണ്. അവരുടെ കപ്പലുകൾക്ക് വലിപ്പം കുറവാണ്. എലിസബത്ത് രാജ്ഞിക്ക് അറിയാമായിരുന്നു, ഈ യുദ്ധം ജയിക്കാൻ ഒരാൾക്കേ കഴിയൂവെന്ന്. കടലിനെ അറിയുന്ന, സ്പെയിനിനെ ഭയമില്ലാത്ത ആ പഴയ വ്യാളിക്ക്. അങ്ങനെ വർഷങ്ങൾക്കിടവേളയ്ക്ക് ശേഷം കരയുടെ ആ സ്വർണ്ണക്കൂടിൽ നിന്നും ഫ്രാൻസിസ് ഡ്രേക്കിന് വീണ്ടുമൊരു വിളി കന്നു. കടലിൽ നിന്നും, രാജ്ഞിയിൽ നിന്നും. ഇത്തവണ അത് കൊള്ളയടിക്കാനോ ലോകം ചുറ്റാനോ ആയിരുന്നില്ല. ഒരു രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. അവന്റെ ഏകാന്തമായ സമുദ്രം എന്ന അധ്യായം അവസാനിക്കുകയായിരുന്നു. ഇനി വരാനിരിക്കുന്നത് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ യുദ്ധമാണ്. ചരിത്രത്തിന്റെ ഗതി നിർണയിച്ച ഒരു യുദ്ധം. 1585 ആ വിളി ഡ്രേക്കിന്റെ സിരകളിലേക്ക് പുതിയൊരു ഊർജം പകർന്നു. ബക്ലാൻഡ് ആബിയിലെ നിശബ്ദമായ ഇടനാഴികളും പാർലമെന്റിലെ വിരസമായ ചർച്ചകളും അവനെ മടുപ്പിച്ചിരുന്നു. അവൻ കൊതിച്ചത് തിരമാലകളുടെ താരാട്ടാണ്, പീരങ്കികളുടെ സംഗീതമാണ്. രാജ്ഞി അവനെ വീണ്ടും കടലിലേക്കയക്കാൻ തീരുമാനിച്ചപ്പോൾ അവനൊരു ചെറുപ്പക്കാരനെപ്പോലെ ഉത്സാഹഭരിതനായി. ഇത്തവണ ദൗത്യം വ്യത്യസ്തമായിരുന്നു. ഇതൊരു രഹസ്യ കൊള്ളയടിക്കൽ യാത്രയായിരുന്നില്ല. ഇതൊരു തുറന്ന യുദ്ധത്തിന്റെ മുന്നോടിയായിരുന്നു. സ്പെയിൻ അർമാഡയെ പടുത്തുയർത്തുകയാണ്. ആ ഒരുക്കങ്ങളെ താറുവാറാക്കുക, അവരുടെ കപ്പൽ നിർമ്മാണശാലകളെ ആക്രമിക്കുക, വിഭവങ്ങൾ കൊണ്ടുപോകുന്ന കപ്പലുകളെ പിടിച്ചെടുക്കുക, അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെ ദുർബലപ്പെടുത്തുക. ഒരു യുദ്ധം തുടങ്ങും മുൻപേ ശത്രുവിനെ ക്ഷീണിപ്പിക്കുക.
രാജ്ഞി ഡ്രേക്കിനെ ഒരു വലിയ കപ്പൽ വ്യൂഹത്തിന്റെ വൈസ് അഡ്മിറലായി നിയമിച്ചു. 25 കപ്പലുകളും 2300 സൈനികരും നാവികരുമടങ്ങുന്ന ഒരു വലിയ ശക്തി. അവന്റെ പതാകക്കപ്പലിന്റെ പേര് എലിസബത്ത് ബോണവെഞ്ചർ എന്നായിരുന്നു. അവൻ വീണ്ടും തന്റെ ലോകത്തേക്ക് മടങ്ങിവന്നിരിക്കുന്നു. 1585 സെപ്റ്റംബറിൽ ആ കപ്പൽ വ്യൂഹം പ്ലിമത്തിൽ നിന്നും യാത്ര തിരിച്ചു. അവരുടെ ആദ്യ ലക്ഷ്യം സ്പെയിനിന്റെ തീരങ്ങൾ തന്നെയായിരുന്നു. അവർ വിഗോ, ബയോണെ തുടങ്ങിയ സ്പാനിഷ് തുറമുഖങ്ങളിൽ മിന്നലാക്രമണങ്ങൾ നടത്തി. അവിടെയുണ്ടായിരുന്ന കപ്പലുകളെ നശിപ്പിച്ചു. ഇത് ഫിലിപ്പ് രാജാവിന് നേരിട്ടുള്ളൊരു സന്ദേശമായിരുന്നു. യുദ്ധം നിങ്ങളുടെ മണ്ണിലേക്കും വരാം. പക്ഷേ ഡ്രേക്കിന്റെ യഥാർത്ഥ ലക്ഷ്യം സ്പെയിനായിരുന്നില്ല, അത് കരീബിയനായിരുന്നു. സ്പെയിനിന്റെ സമ്പത്തിന്റെ ഉറവിടം. അവൻ അറ്റ്ലാന്റിക് കടന്ന് വീണ്ടും ആ പഴയ തട്ടകത്തിലേക്ക് തിരിച്ചുവന്നു. അവന്റെ വരവ് ഒരു കൊടുങ്കാറ്റുപോലെയായിരുന്നു. സാന്റോ ഡൊമിംഗോ, ഹിസ്പാനിയോളയിലെ ഏറ്റവും പഴക്കമുള്ളതും പ്രധാനപ്പെട്ടതുമായ സ്പാനിഷ് നഗരം അവൻ ആക്രമിച്ച് കീഴടക്കി. ഒരു മാസം മുഴുവൻ അവൻ ആ നഗരം തന്റെ അധീനതയിൽ വെച്ചു. സ്പെയിൻകാർ വലിയൊരു മോചനദ്രവ്യം നൽകിയതിനു ശേഷമാണ് അവൻ ആ നഗരം വിട്ടുപോയത്. അടുത്തത് കാർത്തഹീനയായിരുന്നു. തെക്കേ അമേരിക്കയിലെ ഏറ്റവും സമ്പന്നവും സുരക്ഷിതവുമായ സ്പാനിഷ് തുറമുഖം. ഒരു ചതുപ്പിനാൽ ചുറ്റപ്പെട്ട ഭീമാകാരമായ കോട്ടകളാൽ സംരക്ഷിക്കപ്പെട്ട ഒരു നഗരം. അത് കീഴടക്കുക അസാധ്യമാണെന്നായിരുന്നു സ്പെയിൻകാർ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഡ്രേക്ക് ആരും പ്രതീക്ഷിക്കാത്തൊരു വഴിയിലൂടെ രാത്രിയുടെ മറവിൽ ചതുപ്പിലൂടെ തന്റെ സൈനികരെ നയിച്ചു. അതൊരു ഭ്രാന്തൻ നീക്കമായിരുന്നു. പട്ടാളക്കാർ കഴുത്തറ്റം വെള്ളത്തിലും ചെളിയിലും ഇറങ്ങി കോട്ടയുടെ പിന്നിലൂടെ നഗരത്തിൽ പ്രവേശിച്ചു. കാർത്തഹീനയും ഡ്രേക്കിനു മുന്നിൽ വീണു. വീണ്ടും വലിയൊരു മോചനദ്രവ്യം. ഈ വിജയങ്ങൾ സ്പെയിനിന്റെ ആത്മവിശ്വാസത്തെ തകർത്തു. അവരുടെ അജയ്യമായ സാമ്രാജ്യത്തിന്റെ പ്രതിച്ഛതയ്ക്ക് വലിയ കോട്ടം തട്ടി. ഫിലിപ്പ് രാജാവ് രോഷം കൊണ്ട് വിറച്ചു. അയാൾ അർമാഡയുടെ നിർമ്മാണം വേഗത്തിലാക്കാൻ ആജ്ഞാപിച്ചു. ഡ്രേക്ക് ഇംഗ്ലണ്ടിൽ തിരിച്ചെത്തിയത് ഒരു ദേശീയ ഹീറോ ആയിട്ടാണ്. പക്ഷെ അവൻ കൊണ്ടുവന്ന സമ്പത്ത് പ്രതീക്ഷിച്ചതിലും കുറവായിരുന്നു. സാന്റോ ഡൊമിംഗോയിലും കാർത്തഹീനയിലും വെച്ച് അവന്റെ സൈനികർക്കിടയിൽ മഞ്ഞപ്പനി പടർന്നു പിടിച്ചിരുന്നു. നൂറുകണക്കിനാളുകൾ മരിച്ചു. അതുകൊണ്ട് യാത്ര സാമ്പത്തികമായൊരു വലിയ വിജയമായിരുന്നില്ല. പക്ഷേ സൈനികമായി അത് സ്പെയിനിനെ ഏൽപ്പിച്ച ആഘാതം വളരെ വലുതായിരുന്നു. അടുത്ത 2 വർഷങ്ങൾ ഇംഗ്ലണ്ടും സ്പെയിനും ഒരു നിഴൽ യുദ്ധത്തിലായിരുന്നു. 1587 അർമാഡ ഇംഗ്ലണ്ടിലേക്ക് പുറപ്പെടാൻ തയ്യാറെടുക്കുന്നുവെന്ന വിവരം ഡ്രേക്കിന് കിട്ടി. അവൻ രാജ്ഞിയോട് അനുവാദം ചോദിച്ചു. എന്നെ ഒരിക്കൽ കൂടി സ്പെയിനിലേക്ക് അയക്കണം. അവരിങ്ങോട്ട് വരുന്നതിനു മുമ്പേ നമുക്കങ്ങോട്ടു പോകാം. രാജ്ഞി സമ്മതിച്ചു. അതായിരുന്നു ഡ്രേക്കിന്റെ ഏറ്റവും ധീരമായ സൈനിക നീക്കങ്ങളിലൊന്ന്. സിഞ്ചിങ് ദ കിങ് ഓഫ് സ്പെയിൻസ് ബിയർഡ് എന്ന ചരിത്രത്തിലറിയപ്പെട്ട ആ സംഭവം. ഡ്രേക്ക് തന്റെ ചെറിയ കപ്പൽ വ്യൂഹവുമായി നേരെ സ്പെയിനിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായ കാഡിസിലേക്ക് ഇറച്ചു കയറി. കാഡിസ് തുറമുഖത്ത് അർമാഡയുടെ ഭാഗമാകാൻ തയ്യാറായി നിർത്തിയിട്ടിരുന്ന 30ഓളം കപ്പലുകൾ അവൻ അഗ്നിക്കിരയാക്കി. അതൊരു അവിശ്വസനീയമായ ധൈര്യമായിരുന്നു. ശത്രുവിന്റെ ഏറ്റവും സുരക്ഷിതമായ കോട്ടയുടെ വാതിൽ ചവിട്ടി തുറന്ന് അകത്തു കയറി നാശം വിതച്ച് തിരിച്ചുപോകുക. കാഡിസിലെ ആക്രമണം അർമാഡയുടെ യാത്രയെ 1 വർഷത്തോളം വൈകിപ്പിച്ചു. ആ 1 വർഷം ഇംഗ്ലണ്ടിന് ശ്വാസം വിടാനും യുദ്ധത്തിന് തയ്യാറെടുക്കാനുമുള്ള വിലപ്പെട്ട സമയം നൽകി. ഒടുവിൽ 1588 മെയ് മാസം എത്തി. സ്പാനിഷ് അർമാഡ ലിസ്ബൺ തുറമുഖത്തുനിന്നും ഇംഗ്ലണ്ട് ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. 130 കപ്പലുകൾ, 8000 നാവികർ, 18,000 സൈനികർ. ചരിത്രം കണ്ട ഏറ്റവും വലിയ നാവികപ്പട. അതിന്റെ ലക്ഷ്യം ഇംഗ്ലീഷ് ചാനൽ കടന്ന് നെതർലൻഡിലുള്ള സ്പാനിഷ് സൈന്യവുമായി ചേർന്ന് ഇംഗ്ലണ്ടിന്റെ തെക്കൻ തീരത്തെ കരയിറങ്ങി ലണ്ടൻ പിടിച്ചെടുക്കുക എന്നതായിരുന്നു. ഇംഗ്ലണ്ട് ഭയത്തിലാണ്ടു. അവരുടെ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. രാജ്ഞി എലിസബത്ത് ടിൽബറിയിൽ തന്റെ സൈനികരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആവേശഭരിതമായൊരു പ്രസംഗം നടത്തി. എനിക്കൊരു സ്ത്രീയുടെ ദുർബലമായ ശരീരമായിരിക്കാം, പക്ഷേ എനിക്കൊരു രാജാവിന്റെ ഹൃദയമുണ്ട്, ഇംഗ്ലണ്ടിന്റെ ഒരു രാജാവിന്റെ ഹൃദയം. ഇംഗ്ലീഷ് നാവികസേന പ്ലിമത്തിൽ ഒരുങ്ങിനിന്നു. ലോർഡ് ഹോവാർഡ് ഓഫ് എഫിംഗ്ഹാം ആയിരുന്നു അതിന്റെ തലവൻ. സർ ഫ്രാൻസിസ് ഡ്രേക്ക് വൈസ് അഡ്മിറൽ. ഇംഗ്ലീഷ് കപ്പലുകൾ എണ്ണത്തിൽ കുറവായിരുന്നു. അവ സ്പാനിഷ് ഗാലീനുകളേക്കാൾ ചെറുതുമായിരുന്നു. പക്ഷേ അവയ്ക്ക് വേഗത കൂടുതലായിരുന്നു.
കൂടുതൽ എളുപ്പത്തിൽ ദിശ മാറ്റാൻ കഴിയുമായിരുന്നു. അവരുടെ കപ്പിത്താന്മാർ, ഡ്രേക്കിനെപ്പോലുള്ളവർ, കടലിന്റെ ഓരോ സ്പന്ദനവും അറിയുന്നവരായിരുന്നു. അർമാഡ ഇംഗ്ലീഷ് ചാനലിൽ പ്രവേശിച്ചപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ നാവികയുദ്ധങ്ങളിലൊന്നിന് തുടക്കമായി. സ്പാനിഷ് കപ്പലുകൾ ഒരു അർദ്ധചന്ദ്രാകൃതിയിൽ ഒരു കോട്ട പോലെയാണ് മുന്നോട്ടു നീങ്ങിയത്. അവയെ തകർക്കാൻ എളുപ്പമല്ലായിരുന്നു. ഇംഗ്ലീഷ് കപ്പലുകൾ ഒരു പ്രത്യേക തന്ത്രമാണ് പ്രയോഗിച്ചത്. അവർ സ്പാനിഷ് കപ്പലുകളുമായി നേരിട്ട് ഏറ്റുമുട്ടിയില്ല. പകരം അവർ ദൂരെ മാറി നിന്ന് തങ്ങളുടെ ദീർഘദൂര പീരങ്കികൾ ഉപയോഗിച്ച് നിരന്തരം ആക്രമിച്ചുകൊണ്ടിരുന്നു. സ്പാനിഷ് കപ്പലുകളിലെ പീരങ്കികൾക്ക് അത്ര ദൂരപരിധിയില്ലായിരുന്നു. ഇതൊരു ഒളിയുദ്ധം പോലെയായിരുന്നു. ഇംഗ്ലീഷുകാർ മിന്നൽ പോലെ വരുന്നു, ആക്രമിക്കുന്നു, രക്ഷപ്പെടുന്നു. ഈ തന്ത്രം ഡ്രേക്കിന്റെ തലയിലുദിച്ചതായിരുന്നു. ദിവസങ്ങളോളം ഈ അടിക്കുക ഓടുക യുദ്ധം തുടർന്നു. അർമാഡയ്ക്ക് സാരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. പക്ഷെ അവരുടെ അർദ്ധചന്ദ്രവ്യൂഹം തകർക്കാൻ ഇംഗ്ലീഷുകാർക്ക് കഴിഞ്ഞില്ല. അർമാഡ ഫ്രാൻസിന്റെ തീരത്തുള്ള കാലെ എന്ന തുറമുഖത്ത് നങ്കൂരമിട്ടു. നെതർലൻഡ്സിൽ നിന്നുള്ള സൈന്യം വന്നു ചേരാനായി കാത്തിരിക്കുകയായിരുന്നു അവർ. ആ നിമിഷം ഡ്രേക്കും ഹോവാർഡും ചേർന്ന് ഒരു ഭ്രാന്തൻ പദ്ധതി തയ്യാറാക്കി: ഫയർ ഷിപ്പുകൾ. അന്നൊരു രാത്രി അവർ തങ്ങളുടെ 8 പഴയ കപ്പലുകൾ ടാറും വെടിമരുന്നും നിറച്ച് തീ കൊളുത്തി കാറ്റിന്റെയും തിരമാലകളുടെയും സഹായത്തോടെ കാലയിൽ നങ്കൂരമിട്ടിരുന്ന അർമാഡയുടെ നേർക്ക് ഒഴുക്കിവിട്ടു. ആ കാഴ്ച ഭയാനകമായിരുന്നു. എരിയുന്ന 8 പ്രേത കപ്പലുകൾ തങ്ങളുടെ നേർക്ക് പാഞ്ഞെടുക്കുന്നത് കണ്ട് സ്പാനിഷ് നാവികർ ഭയന്നു വിറച്ചു. അവർ പരിഭ്രാന്തരായി. തങ്ങളുടെ കപ്പലുകൾക്ക് തീ പിടിക്കാതിരിക്കാൻ അവർ നങ്കൂരത്തിന്റെ കയറുകൾ മുറിച്ച് കടലിലേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അതോടെ അർമാഡയുടെ ആ അജേയമായ അർദ്ധചന്ദ്രവ്യൂഹം തകർന്നു. കപ്പലുകൾ ചിതറിപ്പോയി. അതായിരുന്നു ഇംഗ്ലീഷുകാർ കാത്തിരുന്ന നിമിഷം. അടുത്ത ദിവസം രാവിലെ ഗ്രേവ് ലൈൻസ് എന്ന സ്ഥലത്തുവച്ച് ഇരു നാവികസേനകളും മുഖാമുഖം ഏറ്റുമുട്ടി. ചിതറിപ്പോയ സ്പാനിഷ് കപ്പലുകളെ ഇംഗ്ലീഷ് കപ്പലുകൾ വളഞ്ഞു. അതൊരു ഭീകരമായ യുദ്ധമായിരുന്നു. പീരങ്കികളുടെ ഗർജനം, വെടിയൊച്ചകൾ, കത്തുന്ന കപ്പലുകൾ, വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന മനുഷ്യർ. ഗോൾഡൻ ഹൈൻഡിന്റെ യഥാർത്ഥ പിൻഗാമിയായ ഡ്രേക്കിന്റെ പുതിയ കപ്പൽ റിവെഞ്ച് ആ യുദ്ധത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്നു. ഡ്രേക്ക് ഒരു ഭ്രാന്തനെപ്പോലെ പോരാടി. അവൻ ഒരു കപ്പലിൽ നിന്നും മറ്റൊന്നിലേക്ക് ചാടിക്കയറി തന്റെ ആളുകൾക്ക് ആവേശം പകർന്നു. അവന്റെ മുഖത്ത് കരിയും രക്തവും പുരണ്ടിരുന്നു. പക്ഷെ അവന്റെ കണ്ണുകളിൽ വിജയത്തിന്റെ തിളക്കമുണ്ടായിരുന്നു. ഗ്രേവ് ലൈൻസിലെ യുദ്ധത്തിൽ അർമാഡയ്ക്ക് കനത്ത പരാജയം സംഭവിച്ചു. അവരുടെ നിരവധി കപ്പലുകൾ മുങ്ങി. ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. ശേഷിച്ച സ്പാനിഷ് കപ്പലുകൾക്ക് ഇംഗ്ലീഷ് ചാനലിലൂടെ തിരികെ പോകാൻ കഴിഞ്ഞില്ല. അവർക്കൊരേ ഒരു വഴിയേ മുന്നിലുണ്ടായിരുന്നുള്ളൂ: ഇംഗ്ലണ്ടിന്റെ വടക്ക് ചുറ്റി സ്കോട്ട്ലാൻഡിന്റെയും അയർലാൻഡിന്റെയും തീരത്തുകൂടി അപകടം പിടിച്ച വഴിയിലൂടെ സ്പെയിനിലേക്ക് മടങ്ങുക. അവരെ പിന്തുടർന്നാക്രമിക്കാൻ ഇംഗ്ലീഷുകാർക്ക് കഴിഞ്ഞില്ല. അവരുടെ വെടിമരുന്ന് തീർന്നിരുന്നു. പക്ഷെ അവർക്കു വേണ്ടി ആ ജോലി ചെയ്തത് മറ്റൊരാളായിരുന്നു: പ്രകൃതി. അയർലാൻഡിന്റെ തീരത്തുവച്ച് ഒരു ഭീകരമായ കൊടുങ്കാറ്റ് അർമാഡയെ ആക്രമിച്ചു. പ്രൊട്ടസ്റ്റന്റ് കാറ്റ് എന്ന് ഇംഗ്ലീഷുകാർ പിന്നീട് വിളിച്ച ആ കൊടുങ്കാറ്റിൽ ശേഷിച്ച സ്പാനിഷ് കപ്പലുകളിൽ ഭൂരിഭാഗവും പാറക്കെട്ടുകളിലിടിച്ച് തകർന്നു. കപ്പലിൽ നിന്നും രക്ഷപ്പെട്ടവരെ ഐറിഷ് തീരത്തുവച്ച് ഇംഗ്ലീഷ് പട്ടാളക്കാർ കൊന്നൊടുക്കി. 130 കപ്പലുകളുമായി പുറപ്പെട്ട അർമാഡയിൽ 50-ൽ താഴെ കപ്പലുകൾ മാത്രമാണ് പ്രേതക്കപ്പലുകൾ പോലെ സ്പെയിനിൽ തിരിച്ചെത്തിയത്. സ്പെയിനിന്റെ അജയ്യത എന്ന സ്വപ്നം അറ്റ്ലാന്റിക്കിന്റെ ആഴങ്ങളിൽ എന്നേക്കുമായി മുങ്ങിപ്പോയി. ഇംഗ്ലണ്ട് രക്ഷപ്പെട്ടിരുന്നു. ഫ്രാൻസിസ് ഡ്രേക്ക് എന്ന വ്യാലന്റെ നിഴൽ ഇപ്പോൾ അവന്റെ രാജ്യത്തെ രക്ഷിച്ച ഒരു മാലാഖയുടെ ചിറകുകളായി മാറിയിരുന്നു. അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. പക്ഷേ അത് അവന്റെ അവസാനത്തെ വലിയ വിജയവുമായിരുന്നു. അർമാഡയുടെ പരാജയം ഇംഗ്ലണ്ടിൽ ഒരു ദേശീയ ഉത്സവമായി മാറി. ലണ്ടനിലെ തെരുവുകളിൽ ആഘോഷങ്ങൾ നടന്നു. പള്ളിമണികൾ നിർത്താതെ മുഴങ്ങി. സർ ഫ്രാൻസിസ് ഡ്രേക്കിന്റെ പേര് ദൈവത്തിന്റെ പേരിനൊപ്പം ജനങ്ങൾ ഉച്ചരിച്ചു. അവൻ രാജ്യത്തെ രക്ഷിച്ചവനായിരുന്നു. സ്പെയിനിന്റെ അഹങ്കാരത്തെ തകർത്തവനായിരുന്നു. അവന്റെ പ്രശസ്തി അതിന്റെ പാരമ്യത്തിലെത്തി. പക്ഷേ വിജയങ്ങൾക്കൊരു തിളക്കമുണ്ട്. അത് കാലം കഴിയുമ്പോൾ മങ്ങാൻ തുടങ്ങും. അർമാഡയുടെ യുദ്ധത്തിനുശേഷം ഡ്രേക്കിന്റെ ജീവിതം പതിയെ ഒരിറക്കമിറങ്ങാൻ തുടങ്ങി. അവൻ അപ്പോഴും ഒരു വീരനായിരുന്നു, ഒരു പ്രഭുവായിരുന്നു, ഒരു ധനികനായിരുന്നു. പക്ഷേ അവന്റെ ഭാഗ്യനക്ഷത്രം പതിയെ അസ്തമിക്കാൻ തുടങ്ങുകയായിരുന്നു. അർമാഡയുടെ പരാജയത്തിൽ സ്പെയിൻ തകർന്നുപോയിരുന്നില്ല. അവർക്ക് കനത്ത നഷ്ടമുണ്ടായി. പക്ഷെ അവർ തിരിച്ചുവരാൻ കഴിവുള്ളവരായിരുന്നു.
യുദ്ധം അവസാനിച്ചിരുന്നില്ല. എലിസബത്ത് രാജ്ഞിക്ക് സ്പെയിനിനെ എന്നേക്കുമായി തകർക്കണമായിരുന്നു. 1589-ൽ രാജ്ഞി ഒരു പുതിയ ദൗത്യത്തിന് രൂപം നൽകി. ഇംഗ്ലീഷ് അർമാഡ എന്ന് ചരിത്രത്തിലറിയപ്പെട്ട സ്പെയിനിനെതിരായുള്ള ഒരു പ്രത്യാഘാതനം. അർമാഡയുടെ പരാജയത്തിൽ നിന്നും കരകയറാൻ ശ്രമിക്കുന്ന സ്പാനിഷ് നാവികസേനയുടെ ബാക്കിയുള്ള കപ്പലുകളെ നശിപ്പിക്കുക, ലിസ്ബൺ ആക്രമിച്ച് പോർച്ചുഗലിനെ സ്പാനിഷ് ഭരണത്തിൽ നിന്നും മോചിപ്പിക്കുക, എന്നിട്ട് അറ്റ്ലാന്റിക്കിലെ അസോർസ് ദ്വീപുകൾ പിടിച്ചെടുത്ത് സ്പെയിനിലേക്കുള്ള നിധിക്കപ്പലുകളുടെ വഴി തടയുക. അതൊരതിമോഹം നിറഞ്ഞ പദ്ധതിയായിരുന്നു. ആ ദൗത്യത്തിന്റെ നാവിക വിഭാഗത്തിന്റെ തലവനായി ഡ്രേക്കിനെയും കരസേനയുടെ തലവനായി സർ ജോൺ നോറിസിനെയും നിയമിച്ചു. അതായിരുന്നു ആദ്യത്തെ തെറ്റ്. ഡ്രേക്കും നോറിസും രണ്ട് ധ്രുവങ്ങളിലുള്ള വ്യക്തികളായിരുന്നു. ഡ്രേക്ക് ഒരു സാഹസികനായിരുന്നു, തീരുമാനങ്ങൾ പെട്ടെന്നെടുക്കുന്നവൻ, നിയമങ്ങളെ ഭയപ്പെടാത്തവൻ. നോറിസാകട്ടെ ശ്രദ്ധയോടെയും പതുക്കെയും നീങ്ങുന്ന ഒരു പരമ്പരാഗത സൈനികനായിരുന്നു. അവർക്കിടയിൽ തുടക്കം മുതലേ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. ആ യാത്ര തുടക്കം മുതലേ ഒരു ദുരന്തമായിരുന്നു. അവർക്ക് വേണ്ടത്ര പണമോ വിഭവങ്ങളോ പടയാളികളോ ഉണ്ടായിരുന്നില്ല. പലരും സന്നദ്ധരായി വന്ന പരിശീലനം ലഭിക്കാത്ത ചെറുപ്പക്കാരായിരുന്നു. കപ്പലുകൾക്ക് വേണ്ടത്ര ഭക്ഷണസാധനങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞില്ല. അവർ സ്പെയിനിലെ കുറൂണ എന്ന തുറമുഖം ആക്രമിച്ചു. പക്ഷെ ലിസ്ബണിലേക്ക് പോകുന്നതിനു പകരം അവരവിടെ വിലപ്പെട്ട സമയം പാഴാക്കി. ലിസ്ബണിലെത്തിയപ്പോഴേക്കും സ്പെയിൻകാർ പ്രതിരോധം ശക്തമാക്കിയിരുന്നു. നോറിസിന്റെ കരസേനയ്ക്ക് നഗരത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ഡ്രേക്കിന്റെ കപ്പലുകൾക്ക് ടാഗസ് നദിയിലൂടെ മുന്നേറാനും കഴിഞ്ഞില്ല. ആഴ്ചകളോളം അവർ ലിസ്ബൺ ഉപരോധിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല. അവരുടെ സൈനികരുടെക്കിടയിൽ രോഗം പടർന്നുപിടിച്ചു. ഭക്ഷണവും വെള്ളവും തീർന്നു. ആയിരക്കണക്കിനാളുകൾ മരിച്ചു. ഇംഗ്ലീഷ് അർമാഡ ഒരു സമ്പൂർണ്ണ പരാജയമായി മാറി. ഡ്രേക്കും നോറിസും പരസ്പരം പഴിചാരി. ആ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തില്ല. അവർ ലജ്ജയോടെ ഇംഗ്ലണ്ടിൽ തിരിച്ചെത്തി. രാജ്ഞി എലിസബത്ത് രോഷാകുലയായി. ആ പരാജയം ഇംഗ്ലണ്ടിന് വലിയൊരു നാണക്കേടുമായിരുന്നു. സാമ്പത്തികമായി വലിയൊരു നഷ്ടവുമായിരുന്നു. അവൾ ഡ്രേക്കിനെ കൊട്ടാരത്തിൽ നിന്നും അകറ്റി. അവൾക്ക് അവനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ഒരു കാലത്ത് രാജ്യത്തിന്റെ ഏറ്റവും വലിയ വീരനായിരുന്നവൻ ഇപ്പോഴൊരു പരാജയപ്പെട്ട ജനറലായി മുദ്രകുത്തപ്പെട്ടു. അവന്റെ ശത്രുക്കൾ തലപൊക്കി. അവരവനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു. അവൻ ധിക്കാരിയാണ്. അവന്റെ തീരുമാനങ്ങൾ തെറ്റായിരുന്നു. അവൻ കാരണമാണ് ആ ദൗത്യം പരാജയപ്പെട്ടത്. അടുത്ത 6 വർഷക്കാലം ഡ്രേക്ക് ഒരു തരം വനവാസത്തിലായിരുന്നു. അവൻ തന്റെ ബക്ക്ലാൻഡ് ആബിയിലെ എസ്റ്റേറ്റിലേക്ക് ഒതുങ്ങിക്കൂടി. പ്ലിമത്തിലെ മേയർ എന്ന നിലയിലും ജലസേചന പദ്ധതികളിലും അവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഒരു കാലത്ത് ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങിയവൻ ഇപ്പോൾ തന്റെ ചെറിയ പട്ടണത്തിന്റെ കാര്യങ്ങൾ നോക്കി നടക്കുന്ന ഒരു സാധാരണക്കാരനായി മാറി. അതവനെ വേദനിപ്പിച്ചിട്ടുണ്ടാകുമോ? തീർച്ചയായും. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിന്നും താഴേക്ക് വീഴുന്നത് സഹിക്കാൻ പ്രയാസമാണ്. പഴയ വിജയങ്ങളുടെ ഓർമ്മകൾ അവനെ വേട്ടയാടിയിരിക്കാം. മറ്റു പല ചിന്തകളും അവന്റെ ഉള്ളിൽ തിങ്ങി നിറഞ്ഞിരിക്കാം. പഴയകാലത്തിന്റെ ഓർമ്മകൾ അവനെ വേട്ടയാടിയിട്ടുണ്ടാവാം. ഒരുപക്ഷേ ആ നിശബ്ദമായ വർഷങ്ങളിൽ അവൻ തന്റെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടാകാം. താൻ ശരിക്കും ഒരു വീരനായിരുന്നോ? അതോ ഭാഗ്യം തുണച്ചൊരു കൊള്ളക്കാരൻ മാത്രമായിരുന്നോ? താൻ നേടിയ സമ്പത്തും പ്രശസ്തിയും യഥാർത്ഥത്തിൽ സന്തോഷം നൽകിയോ? അവൻ പ്രായമാവുകയായിരുന്നു. അവന്റെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങി. അവന്റെ മുഖത്തെ ചുളിവുകൾക്ക് ആഴം കൂടി. കണ്ണുകളിലെ പഴയ തീ അണഞ്ഞു തുടങ്ങിയിരുന്നു. അവൻ വീണ്ടും കടലിലേക്ക് പോകാൻ ആഗ്രഹിച്ചു. തന്റെ പേരിനേറ്റ കളങ്കം മായ്ക്കാൻ, ഒരവസാന വിജയം നേടാൻ. 1595-ൽ അവനൊരവസാന അവസരം കിട്ടി. സ്പെയിൻ വീണ്ടും ശക്തമാറുകയായിരുന്നു. അവർ പനാമയിൽ പുതിയ കോട്ടകൾ പണിത് തങ്ങളുടെ നിധിയുടെ വഴി സുരക്ഷിതമാക്കാൻ ശ്രമിക്കുകയായിരുന്നു. രാജ്ഞി ഡ്രേക്കിനെയും അവന്റെ പഴയ സഹയാത്രികനായ ജോൺ ഹോക്കിൻസിനെയും ഒരുമിച്ച് ഒരവസാന ദൗത്യത്തിനായി കരീബിയനിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. പനാമയെ ആക്രമിച്ച് അവിടുത്തെ സ്പാനിഷ് ശക്തിയെ പൂർണ്ണമായും തകർക്കുക. അതൊരു പഴയ സിംഹങ്ങളുടെ യാത്രയായിരുന്നു. ഡ്രേക്കും ഹോക്കിൻസും ഒരു കാലത്തൊരുമിച്ച് അടിമക്കച്ചവടം നടത്തിയവർ, സാൻ ഹ്വാൻ ഡി ഉലൂവയിൽ ഒരുമിച്ച് ചതിക്കപ്പെട്ടവർ, ഇപ്പോൾ തങ്ങളുടെ ജീവിതത്തിന്റെ അവസാന യുദ്ധത്തിനായി ഒരുമിച്ച് യാത്ര തിരിക്കുന്നു. പക്ഷേ അവർ യാത്ര തിരിച്ചപ്പോൾ അവർ അറിഞ്ഞിരുന്നില്ല കരീബിയൻ കടൽ
പഴയതുപോലെ ആയിരുന്നില്ലെന്ന്. 20 വർഷങ്ങൾ കൊണ്ട് സ്പെയിൻ ഒരുപാട് മാറിയിരുന്നു. അവരുടെ തുറമുഖങ്ങൾ ഇപ്പോൾ ശക്തമായ കോട്ടകളാൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു. അവരുടെ കപ്പലുകളിൽ പീരങ്കികളുണ്ടായിരുന്നു. അവർക്ക് ഡ്രേക്കിന്റെ തന്ത്രങ്ങൾ അറിയാമായിരുന്നു. ആ യാത്ര തുടക്കം മുതലേ ദുശ്ശകുനങ്ങൾ നിറഞ്ഞതായിരുന്നു. ഡ്രേക്കും ഹോക്കിൻസും തമ്മിൽ നിരന്തരം വഴക്കായിരുന്നു. ഏത് തുറമുഖം ആദ്യം ആക്രമിക്കണം എന്നതിനെക്കുറിച്ച് അവർക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ കപ്പലുകൾക്കിടയിൽ രോഗം പടർന്നുപിടിച്ചു. പൂർട്ടോറിക്കോയിലെ സാൻഹ്വാൻ തുറമുഖം ആക്രമിക്കാൻ അവർ ശ്രമിച്ചു. പക്ഷേ സ്പാനിഷ് പ്രതിരോധം അതിശക്തമായിരുന്നു. ആ യുദ്ധത്തിൽ ഒരു പീരങ്കിയുണ്ട ഹോക്കിൻസിന്റെ ക്യാബിനിൽ പതിച്ചു. ആ 70-കാരനായ നാവികൻ തന്റെ കപ്പലിൽ വെച്ച് തൽക്ഷണം മരിച്ചു. ഹോക്കിൻസിന്റെ മരണം ഡ്രേക്കിന് തളർത്തി. അവൻ ഒറ്റയ്ക്കായി. തന്റെ പഴയ ഗുരു, തന്റെ ബന്ധു ഇപ്പോൾ തന്നോടൊപ്പമില്ല. അവൻ പനാമ ലക്ഷ്യമാക്കി നീങ്ങി, അവന്റെ പഴയ വിജയഭൂമി. നോംബ്രെ ഡി ഡിയോസ് അവൻ എളുപ്പത്തിൽ പിടിച്ചടക്കി. പക്ഷേ അവിടെ ഇപ്പോൾ നിധികളൊന്നുമുണ്ടായിരുന്നില്ല. സ്പെയിൻകാർ എല്ലാം പനാമ സിറ്റിയിലേക്ക് മാറ്റിയിരുന്നു. പനാമ സിറ്റിയിലേക്ക് കരമാർഗം ഒരു സൈന്യത്തെ അയക്കാൻ ഡ്രേക്ക് ശ്രമിച്ചു. പക്ഷേ കാടിന്റെ നടുവിലുള്ള പുതിയ സ്പാനിഷ് കോട്ടകൾക്ക് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവർ പരാജയപ്പെട്ട് മടങ്ങി. ഡ്രേക്കിന്റെ അവസാന പ്രതീക്ഷയും അസ്തമിച്ചു. അവൻ പൂർണ്ണമായും തകർന്നുപോയി. അവന്റെ ഭാഗ്യം അവനെ കൈവിട്ടിരിക്കുന്നു. അവന്റെ കപ്പലിൽ കടുത്ത പനിയും വയറിളക്കവും അവനെ പിടികൂടി. അവൻ ക്ഷീണിതനായി കിടപ്പിലായി. ദിവസങ്ങൾ കഴിയുന്തോറും അവന്റെ അവസ്ഥ മോശമായി. പനിയുടെ മയക്കത്തിൽ അവൻ പഴയ കാര്യങ്ങൾ പുലമ്പാൻ തുടങ്ങി. ഇംഗ്ലണ്ട്, രാജ്ഞി, സ്പെയിൻ. ഒരു രാത്രി അവൻ തന്റെ പരിചാരകനോട് പറഞ്ഞു, "എന്റെ പടച്ചട്ട എടുക്കൂ. ഒരു സൈനികൻ അവന്റെ കിടക്കയിൽ കിടന്ന് മരിക്കരുത്. അവൻ അവന്റെ കാലിൽ നിന്നുകൊണ്ട് അവന്റെ വാളുമേന്തി മരിക്കണം." അവന്റെ അവസാനത്തെ ആഗ്രഹം അതായിരുന്നു. 1596 ജനുവരി 28 പ്രഭാതം പനാമയിലെ പോർട്ടോബെലോ തുറമുഖത്തിനടുത്ത് ഡിഫൈൻസ് എന്ന കപ്പലിൽ വെച്ച് സർ ഫ്രാൻസിസ് ഡ്രേക്ക് എന്ന കടലിന്റെ വ്യാഴി തന്റെ 56-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. അവന്റെ അന്ത്യാഭിലാഷപ്രകാരം അവന്റെ ശരീരമൊരു ഈയപ്പെട്ടകത്തിലാക്കി പടച്ചട്ടയണിയിച്ച് അവന്റെ വാളോടൊപ്പം കരീബിയൻ കടലിന്റെ ആഴങ്ങളിലേക്ക് താഴ്ത്തി. കാഹളങ്ങൾ മുഴങ്ങി, പീരങ്കികൾ സല്യൂട്ട് നൽകി. അവൻ സ്നേഹിച്ച, അവൻ ഭരിച്ച, അവൻ കീഴടക്കിയ ആ കടൽ ഒടുവിൽ അവനെ എന്നേക്കുമായി ഏറ്റുവാങ്ങി. കടലിന്റെ ആഴങ്ങളിൽ ആ ഈയപ്പെട്ടകത്തിൽ അവൻ ഇപ്പോഴും ഉറങ്ങുന്നുണ്ടാകാം, തിരമാലകളോട് താരാട്ടുകേട്ട്. ഒരുപക്ഷേ അവന്റെ ആത്മാവ് ഒരേകാന്തമായ കപ്പലിൽ ഇപ്പോഴും ആ 7 കടലുകളിലും അലഞ്ഞു നടക്കുന്നുണ്ടാകാം, സ്വർണവും വെള്ളിയുമല്ല, തന്റെ നഷ്ടപ്പെട്ടുപോയ സമാധാനം തേടി.